ഹലോ ഡി എസ് 4ാം ക്ലാസ്സിലെ മക്കളുടെ ഗണിതത്തിലെ 9ാമത്തെ യൂണിറ്റ് തുല്യമായ കൂട്ടം ഈ പാഠത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. ഓക്കെ, ഫസ്റ്റ് പ്രവർത്തനം തുല്യമാക്കാം. പട്ടുമല LP സ്കൂളിലെ ഹരിതം പ്രവൃത്തി പരിചയ ക്ലബ്ബ് നിർമ്മിച്ച സോപ്പ് കട്ട നോക്കൂ. ചിത്രത്തിൽ എത്ര സോപ്പ് കട്ടയുണ്ട്, എത്രയാണുള്ളത് നിങ്ങൾ എണ്ണി നോക്കുക. ഇവിടെ 6 നിരകളുണ്ട്, 6 വരികളുണ്ട് അല്ലേ. അപ്പം 6 ഗുണിക്കണം 6 സമം എത്രയാണ്? 36 സോപ്പ് കട്ടകളുണ്ട് അല്ലേ. സോപ്പ് കട്ടയുടെ എണ്ണം തുല്യമാകത്തക്ക വിധം 2 പെട്ടിയിലാക്കിയാലോ. അപ്പോൾ 2 പെട്ടിയിലാക്കിയാൽ ഇവിടെ എത്ര ഉണ്ടാകും? ഇതിൽ 18, ഇതിലും 18. അപ്പോൾ ഒരു പെട്ടിയിൽ എത്ര സോപ്പ് കട്ടയുണ്ട്? 18 സോപ്പ് കട്ടയുണ്ട് അല്ലേ. ഇനി സോപ്പ് കട്ടയുടെ എണ്ണം തുല്യമാകത്തക്ക വിധം 3 പെട്ടിയിലാക്കിയാലോ. ചുവടെയുള്ള ചിത്രത്തിൽ തന്നെ വരക്കൂ. എങ്ങനെ ആക്കാം? 3 പെട്ടിയിലാക്കുമ്പോൾ 1, 2, 3 പെട്ടിയിലായി അല്ലേ. അപ്പോൾ എത്രയാണ് ഉണ്ടാവുക ഒരു പെട്ടിയിൽ? 12, 12, 12. 3 12 കൂട്ടിയാലാണല്ലോ 36 ആവുക. അപ്പോൾ ഒരു പെട്ടിയിൽ എത്രയാണ് ഉണ്ടാവുക? 12 എണ്ണം അല്ലേ. ഇനി സോപ്പ് കട്ടയുടെ എണ്ണം തുല്യമാകും വിധം 4 പെട്ടിയിലാക്കിയാലോ. എങ്ങനെ വരക്കാം നമുക്ക്? 4 പെട്ടിയിലായി അല്ലേ. അപ്പോൾ ഒരു പെട്ടിയിൽ എത്രയാണ് ഉണ്ടാവുക? 9, 9, 9, 9. 4, 9 കൂട്ടിക്കഴിഞ്ഞാൽ 36 ആയി അല്ലേ. അപ്പം ഒരു പെട്ടിയിൽ എത്രയാണ്? 9 എണ്ണം. ഇനി സോപ്പ് കട്ടയുടെ എണ്ണം തുല്യമാകും വിധം 6 പെട്ടിയിലാക്കിയാലോ. വരയ്ക്കൂ. 6 ആയി അല്ലേ. 6 പെട്ടിയിലാക്കി അല്ലേ. അപ്പോൾ ഒരു പെട്ടിയിൽ എത്ര ഉള്ളത്? 6, 6, 6, 6, 6, 6. അപ്പം 6 കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാകും? 36 ആകും അല്ലേ. അപ്പോൾ ഒരു പെട്ടിയിൽ എത്ര ഉള്ളത്? 6 എണ്ണം. ഇനി സോപ്പ് കട്ടയുടെ എണ്ണം തുല്യമാകും വിധം 9 പെട്ടിയിലാക്കിയാലോ. വരയ്ക്കൂ. 9 പെട്ടിയിലാക്കുമ്പോൾ എങ്ങനെയാണ്? 9 പെട്ടിയിലാക്കി അല്ലേ. അപ്പോൾ ഒരു പെട്ടിയിൽ എത്രയാണ് ഉള്ളത്? 4 എണ്ണം അല്ലേ. ഇപ്പോൾ ഒരു പെട്ടിയിൽ എത്ര സോപ്പ് കട്ടയുണ്ട്? 4 എണ്ണം. അപ്പോൾ 9 4 കൂട്ടിക്കഴിഞ്ഞാലും എത്ര കിട്ടും? 36 എണ്ണം കിട്ടുമല്ലേ. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ഇങ്ങനെയും കണക്കാക്കാം. 36 സോപ്പ് കട്ട ഒരേ എണ്ണമുള്ള 2 കൂട്ടമാക്കിയാൽ ഒരു കൂട്ടത്തിൽ എത്ര എണ്ണം? ഗണിത രൂപത്തിൽ ഇതിനെ നമ്മൾക്ക് എങ്ങനെ എഴുതാം? നമ്മളിപ്പോൾ വരച്ചല്ലോ. ഇതിനെങ്ങനെ എഴുതാം? 36 ഹരിക്കണം 2 സമം എത്രയാണ്? 18 ആണ്. ഇനി 36 സോപ്പ് കട്ട ഒരേ എണ്ണമുള്ള 3 കൂട്ടമാക്കിയാൽ ഒരു കൂട്ടത്തിൽ എത്ര എണ്ണം? 36 ഹരിക്കണം 3 സമം എത്രയാണ്? 12 ആണ്. അതായത് ഇതിന് നമ്മൾക്ക് എങ്ങനെ പറയാം? 3 ഗുണിക്കണം 12 സമം 36 എന്ന് പറയാം. ഇനി 36 സോപ്പ് കട്ട ഒരേ എണ്ണമുള്ള 4 കൂട്ടമാക്കിയാൽ ഒരു കൂട്ടത്തിൽ എത്ര എണ്ണം? 36 ഹരിക്കണം 4 സമം എത്രയാണ്? 9 അല്ലേ. അപ്പം 4 ഗുണിക്കണം 9 സമം എത്രയാണ്? 36 ആണ്. 36 സോപ്പ് കട്ട ഒരേ എണ്ണമുള്ള 6 കൂട്ടമാക്കിയാൽ ഒരു കൂട്ടത്തിൽ എത്ര എണ്ണം? 36 ഹരിക്കണം 6 സമം എത്രയാണ്? 6 ആണ് അല്ലേ. അപ്പം 6 ഗുണിക്കണം 6 സമം എത്രയാണ്? 36. 36 സോപ്പ് കട്ട ഒരേ എണ്ണമുള്ള 9 കൂട്ടമാക്കിയാൽ ഒരു കൂട്ടത്തിൽ എത്ര എണ്ണം? 36 ഹരിക്കണം 9. അപ്പം നമ്മൾ 9 കൂട്ടമാക്കിയിട്ടുണ്ട്. കൂട്ടമാക്കി മുകളിൽ വരച്ചിട്ടുണ്ട് അല്ലേ. അപ്പം 36 ഹരിക്കണം 9. അതിൽ നമ്മൾക്ക് എത്ര എണ്ണമാണ് ഒരു കൂട്ടത്തിൽ കിട്ടിയത്? 4 എണ്ണമാണല്ലേ. അപ്പോൾ 36 ഹരിക്കണം 9 എത്രയാണ്? 4 ആണ്. അതായത് 9 ഗുണിക്കണം 4 ആണ് എത്ര? 36. അപ്പം നമ്മൾ ഹരണം മനസ്സിലാക്കിയല്ലേ. ഇനി കളങ്ങൾ പൂരിപ്പിക്കൂ. 18 ഹരിക്കണം 3 എത്രയാണ്? 6 ആണ് അല്ലേ. അതായത് 18നെ ഒരേ എണ്ണമുള്ള 3 കൂട്ടങ്ങളാക്കി കഴിഞ്ഞാൽ ഒരു കൂട്ടത്തിൽ എത്ര എണ്ണമാണ് ഉണ്ടാവുക? 6 എണ്ണം ഉണ്ടാകും. അതുപോലെ 12 ഹരിക്കണം എത്രയാണ്? 6. അതായത് 6നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 12 കിട്ടും എന്ന് നോക്കിയാൽ മതി. 6നെ 2 കൊണ്ട് ഗുണിച്ചാലാണ് 12 അല്ലേ. അപ്പോൾ 12 ഹരിക്കണം 2 ആണ് 6. ഇനി നെക്സ്റ്റ് അടുത്ത് നമ്മൾക്ക് 2 സംഖ്യകൾ എഴുതാം. അതായത് ആൻസർ എത്ര കിട്ടണം? 6 കിട്ടണം. 42 ഹരിക്കണം 7 6 ആണ്. ഇനി അടുത്തത് 30 ഹരിക്കണം 5 6 ആണ്. 54 ഹരിക്കണം 9 6. 24 ഹരിക്കണം 4. ഓക്കെ, നെക്സ്റ്റ് 3 ആണ് കിട്ടേണ്ടത്. 18 ഹരിക്കണം 6 3 ആണ്. 12 ഹരിക്കണം 4 3 ആണ്. 21 ഹരിക്കണം 7. 15 ഹരിക്കണം 5. 27 ഹരിക്കണം 9. 24 ഹരിക്കണം 8. ഇനി 3, 6 എന്നീ സംഖ്യകൾക്ക് പകരം മറ്റ് സംഖ്യകൾ ഉപയോഗിച്ച് ഇതേ രീതിയിൽ നോട്ട്ബുക്കിൽ എഴുതൂ. അപ്പം നമുക്ക് 3നും 6നും പകരം 2ഉം 4ഉം കൊടുത്തിട്ട് എഴുതാം. 8 ഹരിക്കണം 4 2 ആണ്. 6 ഹരിക്കണം 3 2. 4 ഹരിക്കണം 2. 14 ഹരിക്കണം 7. 12 ഹരിക്കണം 6. 10 ഹരിക്കണം 5. എല്ലാം 2 ആണ് കിട്ടുക അല്ലേ. അതുപോലെ 4 കിട്ടുന്നത് 16 ഹരിക്കണം 4 4 ആണ്. 12 ഹരിക്കണം 3. 8 ഹരിക്കണം 2. 28 ഹരിക്കണം 7. 24 ഹരിക്കണം 6. 20 ഹരിക്കണം 5. ഓക്കെ.
നെക്സ്റ്റ് പാക്കറ്റിൽ നിറക്കാം. പ്രവൃത്തി പരിചയ ക്ലബ്ബ് ഓരോ ദിവസവും ഉണ്ടാക്കിയ സോപ്പിന്റെ എണ്ണം പട്ടികയിൽ കാണിച്ചിട്ടുണ്ട്. ഇവ പാക്കറ്റിലാക്കുക. അപ്പോൾ തിങ്കളാഴ്ച 36 സോപ്പാണ് ഉണ്ടാക്കിയത്. ഇനി 36 എണ്ണം പാക്കറ്റ് ആക്കണം. ഒരു പാക്കറ്റിൽ 2 എണ്ണം വെച്ചാണ് നിറക്കേണ്ടത്. അപ്പോൾ എത്ര പാക്കറ്റാണ് ഉണ്ടാവുക? 36 എണ്ണം പാക്കറ്റ് ചെയ്യുമ്പോൾ 36ന്റെ പകുതി 18 പാക്കറ്റാണ് ഉണ്ടാവുക അല്ലേ? അതായത് 36നെ 2 കൊണ്ട് ഹരിച്ചാൽ 18ആണ്. ഇനി 32 എണ്ണം പാക്കറ്റ് ചെയ്യുമ്പോൾ എത്രയാണ്? 32ന്റെ പകുതി 16, 24 12, 48 24 40 20. ഇനി ഒരു പാക്കറ്റിൽ 4 എണ്ണം വെച്ചാണ് നിറക്കേണ്ടത്. അപ്പോൾ 36 എണ്ണം എത്ര പാക്കറ്റ് ആക്കാം? 36 ഹരിക്കണം 4 എത്രയാണ്? 9 ആണ്. 32 8, നെക്സ്റ്റ് 24 6, നെക്സ്റ്റ് 12, ഇനി 40 എണ്ണം എത്ര പാക്കറ്റ് ആക്കാം? ഒരു പാക്കറ്റ് 4 എണ്ണം വെച്ച് ചെയ്യുമ്പോൾ 10 പാക്കറ്റ് ആക്കാം അല്ലേ? ഓക്കെ. ഇനി ആകെ എണ്ണം ഇതെല്ലാം തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ ആകെ എത്ര സോപ്പാണ് ഉണ്ടാക്കിയത്? 180 സോപ്പാണ് ഉണ്ടാക്കിയത്. ഒരു പാക്കറ്റ് 2 എണ്ണം വീതം നിറച്ചപ്പോൾ എത്ര പാക്കറ്റാണ് ടോട്ടൽ ചെയ്താലുള്ളത്? എത്ര പാക്കറ്റാണ് ഉണ്ടാക്കിയത്? 90 പാക്കറ്റാണ്. 4 എണ്ണം വീതം നിറച്ചപ്പോൾ 45 പാക്കറ്റേ ഉള്ളൂ അല്ലേ? അപ്പോൾ 2 എണ്ണം വീതം നിറച്ചപ്പോഴും 4 എണ്ണം വീതം നിറച്ചപ്പോഴും പാക്കറ്റിൻ്റെ എണ്ണത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടായത്? പാക്കറ്റിൻ്റെ എണ്ണം പകുതിയായി അല്ലേ? 90ൻ്റെ പകുതിയാണല്ലോ 45. ആകെ സോപ്പുകളുടെ എണ്ണം എത്രയാണ്? 180 ആണ്. നമ്മൾക്ക് ഇവിടെ കിട്ടി. ഞാൻ കണക്കാക്കിയത് എങ്ങനെയാണ്? ഇതൊക്കെ കൂട്ടി എഴുതുക. എങ്ങനെയാണ്? 36 കൂട്ടണം 32 കൂട്ടണം 24 കൂട്ടണം 48 കൂട്ടണം 40 സമം 180. ഒരു സോപ്പ് കെട്ട് 20 രൂപയ്ക്ക് വിറ്റാൽ ക്ലബിന് ആകെ എത്ര രൂപ കിട്ടും? എങ്ങനെ കണക്കാക്കാം? അപ്പോൾ ആകെ എത്ര സോപ്പാണുള്ളത്? 180 സോപ്പാണ് ഉണ്ടാക്കിയത് അല്ലേ? ഒരു സോപ്പിന് 20 രൂപയാകുമ്പോൾ ഗുണിക്കണം 20 സമം 18 ഗുണിക്കണം 2 എത്രയാണ്? 36 ആണ്. ഈ 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 36ൻ്റെ കൂടെ 2 0 ഇട്ടാൽ എത്രയാണ്? 3600 രൂപയാണ് കിട്ടിയത് അല്ലേ? ഇനി കിട്ടിയതെല്ലാം 100 രൂപ നോട്ടാണെങ്കിൽ നോട്ടുകളുടെ എണ്ണം എത്രയായിരിക്കും? അതായത് കിട്ടിയത് എത്രയാണ്? 3600 രൂപയാണ് അല്ലേ? ഈ 3600 രൂപ എല്ലാം 100 രൂപയുടെ നോട്ടായിട്ടാണ് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ എത്ര നോട്ടായിരിക്കും? അതായത് 3600ൽ എത്ര 100 ഉണ്ടെന്ന് നോക്കിയാൽ മതി. 3600ൽ എത്ര 100ആണുള്ളത്? 36 100ആണുള്ളത്. അതായത് 3600 ഹരിക്കണം 100 കണ്ടാൽ മതി 36. ഇനി എല്ലാം 200 രൂപയുടെ നോട്ടുകളാണെങ്കിൽ എത്ര നോട്ടായിരിക്കും? 36ൻ്റെ പകുതി 18 നോട്ടായിരിക്കും. അപ്പോൾ നമ്മൾക്ക് ഹരണചിഹ്നം ഉപയോഗിച്ച് ഇതെങ്ങനെ എഴുതാം? 3600 ഹരിക്കണം 100. അതാണ് 3600ൽ എത്ര 100 ഉണ്ടെന്ന് നോക്കിയത്. അപ്പോൾ എത്രയാണ്? 36. ഇനി 3600 ഹരിക്കണം 200 എത്രയാണ്? 18. ഇനി മനക്കണക്കായി ചെയ്യാമോ? 36 ഹരിക്കണം 2 18ആണ്. 32 ഹരിക്കണം 2 16 ആണ്. 36 ഹരിക്കണം 4 9. 32 ഹരിക്കണം 4 8 ആണ്. 40 ഹരിക്കണം 2 20 ആണ്. 72 ഹരിക്കണം 2 ഹരിക്കണം 2 എന്ന് വെച്ചാൽ പകുതി കണ്ടാൽ മതി. 36 ആണ്. 40 ഹരിക്കണം 4 10. 72 ഹരിക്കണം 4 18. മുകളിലെ പട്ടിക ഉപയോഗിച്ച് 76 ഹരിക്കണം 2 എങ്ങനെ കണക്കാക്കാം? അതായത് മുകളിലെ ഈ പട്ടിക വെച്ചിട്ട് നിങ്ങൾ 76 ഹരിക്കണം 2 എങ്ങനെ കാണാം? അപ്പോൾ 76 എന്ന് പറയുന്നത് 40 കൂട്ടണം 36 ആണ് അല്ലേ? 40 എണ്ണത്തെ തുല്യമായ 2 കൂട്ടമാക്കിയാൽ ഒരു കൂട്ടത്തിലെ എണ്ണം എത്രയാണ്? അതായത് 40 ഹരിക്കണം 2 നമ്മളിവിടെ കണ്ടിട്ട് എത്രയാണ്? 20 അല്ലേ? അപ്പോൾ 20 ആണ്. ഇനി 36 എണ്ണത്തെ തുല്യമായ 2 കൂട്ടമാക്കിയാൽ ഒരു കൂട്ടത്തിലെ എണ്ണം എത്രയാണ്? അതായത് 36 ഹരിക്കണം 2 നമ്മളിവിടെ കണ്ടിട്ടുണ്ട് എത്രയാണ്? 18 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ 18 ആണ്. അപ്പോൾ 76 എണ്ണത്തെ തുല്യമായ 2 കൂട്ടമാക്കിയാൽ ഒരു കൂട്ടത്തിലെ എണ്ണം എത്രയായിരിക്കും? അതായത് 76 എന്ന് പറയുന്നത് 40 കൂട്ടണം 36 ആണ് അല്ലേ? അപ്പോൾ 40ൻ്റെത് 20 കിട്ടി, 36ൻ്റെത് 18 കിട്ടി. അപ്പോൾ 20 കൂട്ടണം 18 എത്രയാണ്? 38 ആണ്. അപ്പോൾ പട്ടിക വെച്ചിട്ട് നമ്മൾ കണ്ടു എത്രയാണ്? 76 എണ്ണത്തെ തുല്യമായ 2 കൂട്ടമാക്കിയാൽ 38 എണ്ണമാണ് ഉണ്ടാവുക അല്ലേ? ഓക്കെ. ഇനി കണക്കാക്കുക. 68 ഹരിക്കണം 2. അതായത് 68നെ 2 എണ്ണമുള്ള തുല്യ കൂട്ടങ്ങളാക്കി കഴിഞ്ഞാൽ എത്ര കൂട്ടങ്ങളായിരിക്കും ഉണ്ടാവുക? അതായത് 68ൻ്റെ പകുതി 2 എണ്ണം എന്ന് പറയുമ്പോൾ 68 എണ്ണമാണ് ടോട്ടൽ ഉള്ളത്. അതിൻ്റെ പകുതി എത്രയാണ്? 34 ആണ്. ഇനി 68 ഹരിക്കണം 4 എന്ന് പറഞ്ഞാൽ ഈ 68 ഹരിക്കണം 2 34 കിട്ടിയല്ലോ. അപ്പം 4ൻ്റെ കൂട്ടങ്ങളാക്കുമ്പോൾ ഈ 34ൻ്റെ പകുതിയായിരിക്കും എത്രയാണ്? 17 ആണ് കിട്ടുക. ഇനി 76 ഹരിക്കണം 4. അതായത് 76നെ 4 എണ്ണമുള്ള തുല്യ കൂട്ടങ്ങളാക്കി കഴിഞ്ഞാൽ എത്രയാണ്? 19 ആണ്. ഇനി പൂരിപ്പിക്കൂ. 8 ഗുണിക്കണം 6 48. 48 ഹരിക്കണം 8 6 ആണ്. അതായത് ഈ 48നെ ഈ 8 കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാണ് കിട്ടുക? 6 ആണ് കിട്ടുക. ഇനി 48നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ 8 ആണ് കിട്ടുക. അതുപോലെ 9 ഗുണിക്കണം 4 36 ആണ്. ഈ 36നെ 4 കൊണ്ട് ഹരിച്ചാൽ 9 ആണ് കിട്ടുക അല്ലേ? ഇനി 36നെ 9 കൊണ്ട് ഹരിച്ചാൽ 4 ആണ് കിട്ടുക.
7 ഗുണിക്കണം 6 42 42 ഹരിക്കണം 6 7 42 ഹരിക്കണം 7 6 6 ഗുണിക്കണം 5 30 30 ഹരിക്കണം 5 6 30 ഹരിക്കണം 6 5. ഓക്കെ, കിട്ടിയ ബന്ധം നോട്ട്ബുക്കിൽ എഴുതൂ. നമ്മളിപ്പോൾ ബന്ധം കണ്ടല്ലോ. എന്താണ്? 8 ഗുണിക്കണം 6, അതായത് 8നെ 6 കൊണ്ട് ഗുണിച്ചാൽ 48 കിട്ടുക. ഈ കിട്ടിയ 48നെ 6 കൊണ്ട് ഹരിക്കുമ്പോൾ 8 കിട്ടുക അല്ലേ. ഈ 48നെ 8 കൊണ്ട് ഹരിക്കുമ്പോൾ 6 കിട്ടുക. ഓക്കെ, നെക്സ്റ്റ് പാവ നിർമ്മാണം. പ്രവൃത്തി പരിചയ ക്യാമ്പിൽ കുട്ടികളെ പല കൂട്ടങ്ങളാക്കി. ഓരോ കൂട്ടവും 48 പാവയാണ് ഉണ്ടാക്കിയത്. ഇവ 6 പെട്ടിയിൽ തുല്യമായി വെക്കുകയാണ്. ഒന്നാമത്തെ കൂട്ടത്തിൻ്റെ നേതാവായി സന ചെയ്തത് നോക്കൂ. സന എന്താണ് ചെയ്തത്? ഓരോ പെട്ടിയിലും ഒരു പാവ വീതം വെച്ചു. ആകെ എത്ര പാവയാണ് പെട്ടിയിൽ വെച്ചത്? 6 പാവയാണ് വെച്ചത് അല്ലേ. എത്ര പാവ ബാക്കിയുണ്ട്? ആകെ ഉണ്ടായ 48 പാവയാണ്. ഇതിൽ നിന്ന് 6 വെച്ചു. ബാക്കി എത്ര ഉണ്ടാവും? 48 കുറക്കണം 6, 42 ബാക്കി ഉണ്ടാവും അല്ലേ. വീണ്ടും ഓരോന്ന് കൂടി വെച്ചു. അപ്പം ഫസ്റ്റിൽ 6 വെച്ചത്, ഓരോന്നായിട്ടാണ് വെച്ചത്. ഇപ്പോൾ 2 വെച്ചു അല്ലേ. വീണ്ടും 6 എടുത്തിട്ട് 2 വെച്ചു. എത്ര കൂടി എടുത്തു? 6. ഈ 42ൽ നിന്ന് 6 കൂടി എടുത്തു. ഇനി എത്ര പാവ ബാക്കിയുണ്ട്? അപ്പം 42 കുറക്കണം 6 സമയം എത്രയാണ്? 36 ബാക്കി ഉണ്ടാവും അല്ലേ. ഇങ്ങനെ ഇത് തുടർന്നാൽ, അതായത് 0 ആകണം അല്ലേ. ഓരോ പെട്ടിയിലും ഓരോന്നായിട്ട് എടുത്തെടുത്ത് വെച്ച് ലാസ്റ്റ് 0 ആകണം അല്ലേ. ഫസ്റ്റ് അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആദ്യം 48 പാവയുണ്ടായി. അതിൽ നിന്ന് 6 ബോക്സിലായിട്ട് വെച്ചു. അപ്പോൾ ബാക്കി 42 ഉണ്ട്. 42ൽ നിന്ന് 6 എടുത്തു. വെച്ച സമയത്ത് 36 ബാക്കിയായി. പിന്നെ ആദ്യം 6 വെച്ച സമയത്ത് 30 ബാക്കിയായി. പിന്നെ ആദ്യം 6 വെച്ച സമയത്ത് 24. നെക്സ്റ്റ് 18, 12, 6. പിന്നെ ഈ 6 ബാക്കി വന്നാൽ ആ 6 എന്ത് ചെയ്യണം? വീണ്ടും ഓരോന്നായിട്ട് 6 ബോക്സിൽ വെക്കണം അല്ലേ. ബാക്കി 0 വന്നു. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എത്ര തവണയായിട്ടാണ് ഇത് വെച്ചത്? 8 തവണയായിട്ടാണ് വെച്ചത് അല്ലേ. അപ്പോൾ ഓരോ പെട്ടിയിലും ആകെ എത്ര പാവ വെക്കാം? 8 പാവ വെക്കാം അല്ലേ. അതായത് 6 പെട്ടിയിൽ ഒരു പെട്ടിയിൽ 8 വീതം വെക്കാം 48 പാവ ഉണ്ടാകുന്ന സമയത്ത് അല്ലേ. ഗണിത രൂപത്തിൽ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? 48 ഹരിക്കണം 6 സമം 8. അതായത് 48 പാവകളെ 8 വീതം വെച്ച് 6 ബോക്സുകളിലായിട്ട് തുല്യമായിട്ട് വെക്കാം. ഓക്കെ, ഇനി പാവകൾ ഇവിടെ തുല്യമായി വീതിച്ചത് കാണിച്ചിരിക്കുന്നുണ്ട്. അതായത് ഒന്നാമത്തെ ബോക്സിൽ 8, രണ്ടാമത്തിൽ 8, 3, 4, 5, 6 ബോക്സിലായിട്ട് 8 വീതം വെച്ചു. 6 ഗുണിക്കണം 8 48 അല്ലേ. 48 പാവകളെ തുല്യ എണ്ണമുള്ള 6 കൂട്ടമാക്കി. ഓരോ കൂട്ടത്തിലും 8 പാവയുണ്ട്. ഗണിത രൂപത്തിൽ ഇതെങ്ങനെ എഴുതാം? 48 ഹരിക്കണം 6 സമം എത്രയാണ്? 8. 48 പാവകളെ ഒരു പെട്ടിയിൽ 8 വീതം എത്ര പെട്ടിയിൽ നിറക്കാം? 6 പെട്ടിയിൽ നിറക്കാം അല്ലേ. ഓക്കെ, ഇനി ഇങ്ങനെ വെക്കാം. അതായത് നമ്മൾ ഈ 48 പാവകളെ 6 പെട്ടിയിലായിട്ട് ഒരു പെട്ടിയിൽ 8 വീതം ഓരോന്നായിട്ട് ഓരോ പെട്ടിയിൽ ആദ്യം വെച്ച് അങ്ങനെ വെച്ചു അല്ലേ. ഇപ്പം മറ്റൊരു രീതിയിൽ വെക്കുന്നതാണ് ഇവിടെ പറയുന്നത്. ഓരോ പെട്ടിയിലും ആദ്യം എന്ത് ചെയ്തു? 5 വീതം വെച്ചു. അതായത് 6 പെട്ടിയിൽ 5 വെച്ചു. അപ്പോൾ എത്ര എണ്ണമായി? 30 എണ്ണമായി അല്ലേ. ഫസ്റ്റിൽ ഒരു പെട്ടിയിൽ 5 വെച്ചു. അപ്പോൾ 6 പെട്ടിയിലാകുമ്പോൾ 6 ഗുണിക്കണം 5 30 ഇനി എത്ര കൂടി ബാക്കിയുണ്ട്? 48 മൊത്തം ഉള്ളത്. അപ്പം 48ൽ നിന്ന് 30 കുറച്ചാൽ 30 വെച്ചു. ബാക്കി 18 ഇനി വെക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ഓരോ പെട്ടിയിലും 5 വീതം വെക്കാൻ ഇനി പറ്റുമോ? 18 ഇനി ബാക്കിയുള്ളൂ അല്ലേ. അപ്പോൾ 5 വെക്കാൻ പറ്റില്ല. 5 വെക്കണമെങ്കിൽ 30 കൂടി വേണം അല്ലേ. അപ്പോൾ 18 ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് 2 വീതം വെക്കാം അല്ലേ. അപ്പോൾ 6 പെട്ടിയിൽ 2 വീതം വെക്കാം. അപ്പോൾ എത്രയാകും? 12 ആകും. ഇനി ബാക്കി എത്രയാണുള്ളത്? ഈ 18ൽ 12 കഴിച്ചാൽ ബാക്കി 6 ഉണ്ട് അല്ലേ. ഇവ എത്ര വീതം വെക്കാം? 6 പെട്ടിയിൽ ഓരോന്ന് വെക്കാം. അപ്പോൾ എത്ര എണ്ണമായി? 6 അല്ലേ. ഫുള്ളായല്ലോ. 30, 12, 42, 42, 6, 48 അല്ലേ. 48 നമ്മൾ വെച്ചു. എങ്ങനെയാണ് വെച്ചത്? ഫസ്റ്റിൽ 5 വെച്ചു, പിന്നെ 2 വെച്ചു, പിന്നെ 1 വെച്ചു. അതായത് 5 കൂട്ടണം 2 കൂട്ടണം 1, 8 തന്നെയാണ് വെച്ചത്. അത് വെച്ചത് മറ്റൊരു രീതിയിൽ വെച്ചതാണ് ഇവിടെ പറയുന്നത് അല്ലേ. അത് തന്നെയാണ് ഇവിടെ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക. ഈ 48 പാവകളെ തുല്യണമുള്ള 6 കൂട്ടം ആക്കി. ഓരോ കൂട്ടത്തിലും 8 പാവയുണ്ട്. ഗണിത രൂപത്തിൽ എഴുതിയാൽ എങ്ങനെ തന്നെയാണ്? 48 ഹരിക്കണം 6 8 തന്നെയാണ് ക്രിയ. ഇങ്ങനെയും ചെയ്യാം അല്ലേ. എങ്ങനെയാണ്? ആദ്യം 5 വെച്ചു. അപ്പോൾ 6 ഗുണിക്കണം 5 30. അപ്പോൾ 48ൽ 30 കുറച്ചു. പിന്നെ 2 വെച്ചു. 6 ഗുണിക്കണം 2 12. അപ്പോൾ 18ൽ നിന്ന് 6 കുറച്ചു 6 കിട്ടിയല്ലേ. പിന്നെ 1 വെച്ചു. അപ്പോൾ 0 ഇവിടെ. അപ്പോൾ എത്ര എണ്ണമാണ് മൊത്തം വെച്ചത്? 5ഉം 2ഉം 1ഉം 8 തന്നെയാണ് വെച്ചത്. 46 ഹരിക്കണം 6 സമം 8. ഓക്കെ, നെക്സ്റ്റ് ഫ്രൂട്ട് സാലഡ്. ക്യാമ്പിൽ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുന്ന പ്രവർത്തനമുണ്ട്. അതിനായി കൊണ്ടുവന്ന് 48 ഓറഞ്ചാണ്. ഇത് കുട്ടികളുടെ 6 കൂട്ടത്തിന് തുല്യമായി വീതിക്കണം. ആദ്യം ഓരോ കൂട്ടത്തിനും 6 വീതം കൊടുത്തു. ആകെ എത്ര എണ്ണം കൊടുത്തു? 6 ഗുണിക്കണം 6 36 കൊടുത്തു അല്ലേ. ബാക്കി എത്രയുണ്ട്? ഈ 48ൽ നിന്ന് 36 കുറച്ചാൽ ബാക്കി എത്രയുള്ളത്? 12 ഉണ്ട്.
ഇവ രണ്ടെണ്ണം വീതം കൊടുത്താൽ ആകെ എത്ര എണ്ണം കൊടുക്കാം? 12 എണ്ണവും കൊടുക്കാം അല്ലേ? 6 ഗുണിക്കണം 2 12 ആണല്ലോ. അപ്പോൾ ഓരോ കൂട്ടത്തിനും ആകെ എത്ര എണ്ണം കിട്ടി? ഫസ്റ്റിൽ 6 എണ്ണം കൊടുത്തു, പിന്നെ 2 എണ്ണം കൊടുത്തു അല്ലേ? അപ്പോൾ മൊത്തം എത്രയാണ്? 6 കൂട്ടണം 2 സമം 8 എണ്ണം കൊടുത്തു അല്ലേ? അപ്പോൾ 48 ഓറഞ്ച് 6 കൂട്ടത്തിന് തുല്യമായി വീതിച്ച് കൊടുത്തപ്പോൾ ഓരോ കൂട്ടത്തിന് എത്ര എണ്ണം കിട്ടി? 8 എണ്ണം കിട്ടി. ഇത് ഗണിത രൂപത്തിൽ എഴുതൂ. എങ്ങനെ എഴുതാം? 48 ഹരിക്കണം 6 സമം 8. അതായത് 48 ഓറഞ്ച് 6 കൂട്ടത്തിന് തുല്യമായി വീതിച്ചപ്പോൾ ഒരു കൂട്ടത്തിന് 8 എണ്ണം കിട്ടി. ഓക്കെ. നെക്സ്റ്റ് 2 തവണ മാത്രം ഓരോ കൂട്ടത്തിനും 2 തവണ മാത്രം ഓറഞ്ച് കൊടുത്താൽ ഏതെല്ലാം രീതിയിൽ തുല്യമായി വീതിക്കാം? അതായത് 2 തവണ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. നമ്മളിപ്പോൾ വീതിച്ചല്ലോ. 48 ഓറഞ്ച് എങ്ങനെയാണ് വീതിച്ചത്? 6 ഗ്രൂപ്പാണുള്ളത്. അപ്പോൾ 6 ഗ്രൂപ്പിൽ ഒരു ഗ്രൂപ്പിന് ഫസ്റ്റിൽ 6 എണ്ണം കൊടുത്തു, പിന്നെ 2 എണ്ണം കൊടുത്തു. അപ്പോൾ മൊത്തം ഒരു ഗ്രൂപ്പിന് എത്ര കൊടുത്തു? 8 എണ്ണം കൊടുത്തു അല്ലേ? ഇതുപോലെ ഈ 48 ഓറഞ്ച് 2 തവണയായിട്ട് മാത്രം, അതായത് ഇവിടെ ഫസ്റ്റിൽ 6 2 തവണ മാത്രമേ കൊടുത്തുള്ളൂ അല്ലേ? അപ്പോൾ ഇതുപോലെ 2 തവണ മാത്രം കൊടുത്തിട്ട് എങ്ങനെ വീതിക്കാം? ഫസ്റ്റിൽ എത്ര കൊടുക്കാം? 4 എണ്ണം വെച്ച് കൊടുക്കാം. ഒരു ഗ്രൂപ്പിന് 4 എണ്ണം വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ 6 ഗുണിക്കണം 4, 6 ഗ്രൂപ്പ് ഉണ്ടല്ലോ, 6 ഗുണിക്കണം 4 24 എണ്ണമായി. ഈ 48 നിന്ന് 24 മൈനസ് ചെയ്താൽ ബാക്കി ഇനി 24 ഉണ്ട്. ഈ 24 എണ്ണം എങ്ങനെ വീതിക്കാം? 6 ഗ്രൂപ്പാണുള്ളത്, അപ്പോൾ 4 എണ്ണം വെച്ച് തന്നെ കൊടുക്കാം. അപ്പോൾ എത്രയാകും? 6 ഗുണിക്കണം 4 24 തന്നെയാണ് അല്ലേ? ഫുള്ള് കംപ്ലീറ്റ് ആയല്ലോ. 24 കുറക്കണം 24 0 ആയി അല്ലേ? അപ്പോൾ എത്രയാണ് കൊടുത്തത്? ഒരു ഗ്രൂപ്പിന് ഫസ്റ്റിൽ 4 കൊടുത്തു, പിന്നെ 4 കൊടുത്തു. എങ്ങനെയാണ്? 4 കൂട്ടണം 4 സമം 8 ആണ്. 8 എണ്ണം കൊടുത്തു അല്ലേ? ഇനി നെക്സ്റ്റ് അടുത്തതായിട്ട് എങ്ങനെ 48 വീതിക്കാം? 48 നിന്ന് ഫസ്റ്റ് 5 എണ്ണം വെച്ച് കൊടുത്തു അല്ലേ? 6 ഗ്രൂപ്പിന് 5 എണ്ണം വെച്ച് കൊടുത്തു. അപ്പോൾ 5 ഗുണിക്കണം 6 30 എണ്ണം കൊടുത്തു അല്ലേ? ഇനി 48 നിന്ന് 30 കുറക്കുക, ബാക്കി എത്രയുണ്ട്? 18 ഉണ്ട്. ഈ 18 എണ്ണം എങ്ങനെ വീതിക്കാം? 3 എണ്ണം വെച്ച് കൊടുക്കാം അല്ലേ? അപ്പോൾ 3 ഗുണിക്കണം 6 18 ആയി. 18 നിന്ന് 18 കുറച്ചാൽ 0 ആയി അല്ലേ? കംപ്ലീറ്റ് ആയല്ലോ. അപ്പോൾ എത്ര എണ്ണം കൊടുത്തത്? 5ഉം 3ഉം കൊടുത്തു അല്ലേ? 5 കൂട്ടണം 3 സമം 8 എണ്ണം തന്നെയാണ് കൊടുത്തത്. ഇനി എങ്ങനെ വീതിക്കാം? ഫസ്റ്റിൽ 7 എണ്ണം കൊടുത്തു. അപ്പം 7 ഗുണിക്കണം 6 എത്രയാണ്? 42. 48 കുറക്കണം 42 എത്രയാണ്? 6 എണ്ണം ബാലൻസ് ഉണ്ട്. ഈ 6 എണ്ണം ഒരു ഗ്രൂപ്പിന് 1 വെച്ച് കൊടുക്കാം. അപ്പോൾ 1 ഗുണിക്കണം 6 6 തന്നെയാണ്. ഇവിടെ 0 ആയി അല്ലേ? 0 ആയി. അപ്പോൾ എത്ര എണ്ണം കൊടുത്തത്? 7 കൂട്ടണം 1 സമം 8 തന്നെ കൊടുത്തു അല്ലേ? 7 കൂട്ടണം 1 8. ഓക്കെ. നെക്സ്റ്റ് പസിൽ കോർണർ. ഓരോ വരയിലെ 3 സംഖ്യകൾ ഗുണിച്ചാൽ 72 കിട്ടണം. അതായത് ഈ 3 സംഖ്യകൾ ഗുണിച്ചാൽ 72 കിട്ടണം, ഇത് 3 ഗുണിച്ചാലും 72 കിട്ടണം, ഇത് 3 ഗുണിച്ചാലും 72 കിട്ടണം. പിന്നെന്താണ്? ഇവിടെ 2 ഉണ്ടല്ലേ? അപ്പോൾ നമ്മൾ എന്ത് കണ്ടാൽ മതി? ഇത് 3 ഗുണിച്ചാൽ 72 വേണ്ടത് അല്ലേ? അപ്പോൾ ഇത് 2 ഗുണിച്ചാൽ 72ൻ്റെ പകുതി കിട്ടുന്ന 2 സംഖ്യകൾ, അതായത് 72ൻ്റെ പകുതി എത്രയാണ്? 36. ഗുണനഫലം 36 കിട്ടുന്ന 2 സംഖ്യകൾ കണ്ടാൽ മതി. കാരണം എന്താണ്? ഈ 36നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 72 ആകും അല്ലേ? ഇത് ഇവിടെയും അതുപോലെ തന്നെ. അപ്പോൾ എത്രയാണ്? 9 ഗുണിക്കണം 4 36ആണ്. ഈ 36നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 72 ആയി അല്ലേ? ഇവിടെ അതുപോലെ തന്നെ 4 ഗുണിക്കണം 9 36 ആണ്. 36നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 72 ആയി. ഇനി ഇവിടെ 4 ഗുണിക്കണം 9 36 ആണ്. ഇവിടെ എത്ര എഴുതിയാൽ മതി? 2 എഴുതിയാൽ മതി അല്ലേ? ഓക്കെ. നെക്സ്റ്റ് വിലങ്ങനെയും കുത്തനെയുമുള്ള 3 സംഖ്യകൾ ഗുണിച്ചാൽ 72 കിട്ടണം. അതായത് വിലങ്ങനെയുള്ള ഈ 3 സംഖ്യ ഗുണിച്ചാൽ 72 കിട്ടണം, ഇത് 3 ഗുണിച്ചാലും 72 കിട്ടണം. അത് നേരത്തെ പറഞ്ഞ പോലെ നടുക്ക് 2 ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് കണ്ടാൽ മതി? ഇത് രണ്ടും, അതായത് 72ൻ്റെ പകുതി കിട്ടുന്ന 2 സംഖ്യകൾ കണ്ടാൽ മതി. 36 ഗുണനഫലം കിട്ടുന്ന 2 സംഖ്യകൾ എഴുതിയാൽ മതി. അപ്പോൾ 6 ഗുണിക്കണം 6 36 ആണ്. ഇതും അതുപോലെ തന്നെ 36. 9 ഗുണിക്കണം 4 36 ആണ്. ഈ 36നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 72 ആയി അല്ലേ? ഇതും അതുപോലെ തന്നെ 6 ഗുണിക്കണം 6 36 ആണ്. 36 ഗുണിക്കണം 2 72 ആണ്. ഓക്കെ. നെക്സ്റ്റ് ചോക്ക് നിർമ്മാണം. പ്രവൃത്തി പരിചയ ക്ലബ്ബ് ഉണ്ടാക്കിയ ചോക്ക് ഓരോ പെട്ടിയിലും 10 എണ്ണം വീതമാണ് നിറച്ചത്. ഉണ്ടാക്കി 9 പെട്ടി ചോക്കും 6 എണ്ണവും സ്കൂളിലെ 8 ക്ലാസ്സിലേക്ക് തുല്യമായി വീതിച്ചു കൊടുത്തു. ഓരോ ക്ലാസ്സിലും എത്ര ചോക്ക് വീതമാണ് കിട്ടിയത്? അപ്പോൾ ജാൻവി കണക്കാക്കിയത് നോക്കൂ. ജാൻവി എങ്ങനെയാണ് കണക്കാക്കിയത്? ആദ്യം 10 ചോക്ക് വീതമുള്ള 9 പെട്ടിയിൽ ആകെ എത്ര ചോക്കുണ്ട് എന്ന് നോക്കിയല്ലേ? അപ്പോൾ 10 ചോക്ക് വീതമുള്ള 9 പെട്ടിയിൽ എത്ര ചോക്ക് ഉണ്ടാവും? 10 ഗുണിക്കണം 9 90 ചോക്ക് ഉണ്ടാവും അല്ലേ? ഇനി ബാക്കി 6 ചോക്ക് കൂടി ചേർത്താലോ? അതായത് മൊത്തം എത്രയാണ്? 9 പെട്ടി ചോക്കും 6 എണ്ണവുമാണ് അല്ലേ? അപ്പോൾ 9 പെട്ടി, ഒരു പെട്ടിയിൽ 10 എണ്ണം. 9 ഗുണിക്കണം 10 90, 90 കൂട്ടണം 6 96 ചോക്കാണ് ആകെ ഉള്ളത് അല്ലേ? 6 ചോക്ക് കൂടി ചേർത്താൽ ഈ 90 കൂട്ടണം 6 96 ചോക്കാണുള്ളത്. ഇനി ഓരോ ക്ലാസ്സിലും എത്ര ചോക്ക് കിട്ടിയെന്ന് എങ്ങനെ കണക്കാക്കും? അതായത് ആകെയുള്ള ചോക്ക് 96 ആണ്. എത്ര ക്ലാസ് ആണുള്ളത്? 8 ക്ലാസ് ആണുള്ളത്. അതായത് 96നെ 8 തുല്യ ഭാഗങ്ങളാക്കുക അല്ലേ? അപ്പോൾ എത്രയായിരിക്കും കിട്ടുക? ഇതാണ് നമ്മൾ കാണേണ്ടത് അല്ലേ? അപ്പോൾ 96നെ 8 കൊണ്ട് ഹരിക്കണം. നമുക്ക് എങ്ങനെ കാണാം? ഫസ്റ്റിൽ ഓരോ ക്ലാസ്സിലേക്കും ഒരു പെട്ടി വീതം ചോക്ക് കൊടുത്താൽ ആകെ എത്ര ചോക്ക് കൊടുക്കണം?
എത്രയായിരിക്കും? ക്ലാസ് എത്രയാണുള്ളത്? 8 ക്ലാസ്സാണുള്ളത്. ഒരു ക്ലാസ്സിലേക്ക് ഒരു പെട്ടി എന്ന് പറയുമ്പോൾ 10 എണ്ണം. അപ്പോൾ എത്രയാകും? 80 ആകും അല്ലേ? അപ്പോൾ ഫസ്റ്റിൽ എത്ര കൊടുത്തു? 10 എണ്ണമാണ് ഒരു ക്ലാസ്സിലേക്ക് കൊടുക്കുന്നത് അല്ലേ ആദ്യം. ഇനി ബാക്കി എത്രയുണ്ട്? ഈ 96-ന് 80 കഴിച്ചാൽ ബാക്കി 16 എണ്ണമാണുള്ളത്. ഈ 8 ക്ലാസ്സിലേക്ക് തുല്യമായി കൊടുത്താൽ ഒരു ക്ലാസ്സിൽ എത്ര ചോക്ക് കിട്ടും? 2 എണ്ണം കിട്ടും അല്ലേ? അതായത് 2 ഗുണിക്കണം 8 ആണ് എന്ത്? 16 അല്ലേ? അപ്പോൾ ഒരു ക്ലാസ്സിലേക്ക് എത്രയാണ് കിട്ടുക? 2 എണ്ണം. അപ്പോൾ ഇവിടെ ഫസ്റ്റിൽ 10 എണ്ണം കൊടുത്തു, പിന്നെ 2 എണ്ണം കൊടുത്തു. ടോട്ടൽ എത്ര എണ്ണമാണ് കൊടുത്തത്? 10 കൂട്ടണം 2 12 എണ്ണം കൊടുത്തു അല്ലേ? 96 ഹരിക്കണം 8 എത്രയാണ് കിട്ടുക? 12 ആണ് കിട്ടുക അല്ലേ? അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റിൽ എന്ത് ചെയ്തു? 10 എണ്ണം വീതം 8 ക്ലാസ്സിലേക്ക് കൊടുത്തു, 80 ആയി. പിന്നെ 2 എണ്ണം വീതം കൊടുത്തു, 16 ആയി അല്ലേ? അതായത് 96 ഹരിക്കണം 8ന് എങ്ങനെ എഴുതാം? ഫസ്റ്റിൽ 80-ന് 8 കൊണ്ട് ഹരിച്ചു, അപ്പോൾ 10 കിട്ടി. പിന്നെ 16-ന് 8 കൊണ്ട് ഹരിച്ചു, അപ്പോൾ 2 കിട്ടി. മൊത്തം എത്രയാണ്? 12 ആണ് ഉത്തരം. 96 ഹരിക്കണം 8 12 ആണ്. അപ്പോൾ ഒരു ക്ലാസ്സിലേക്ക് കൊടുത്ത ചോക്കുകളുടെ എണ്ണം എത്രയാണ്? 12 ചോക്കുകളാണ് കൊടുത്തത്. ഇനി അത് ക്രിയ വഴി ഇതുപോലെയാണ് ചെയ്തത്. ഫസ്റ്റിൽ 96-ന് 10 ചോക്ക് വീതം 8 ക്ലാസ്സിലേക്ക് കൊടുത്തു, അപ്പോൾ 80 ആയി. ബാക്കി വരുന്ന 16-ന് എന്ത് ചെയ്തു? 2 എണ്ണം വീതം കൊടുത്തു, 0 ആയി അല്ലേ? അപ്പോൾ 96 ഹരിക്കണം 8 12 കിട്ടിയല്ലേ? ഓക്കെ. നെക്സ്റ്റ് പസിൽ കോർണർ. എൻ്റെ സഞ്ചിയിൽ കുറേ മാമ്പഴമുണ്ട്. പകുതി എണ്ണം മാമന് കൊടുത്തു, ബാക്കിയുള്ളതിൻ്റെ പകുതി കൂട്ടുകാരന് കൊടുത്തു, മിച്ചമുണ്ടായിരുന്ന 5 എണ്ണം അയൽക്കാരന് കൊടുത്തു. സഞ്ചിയിൽ ആദ്യം എത്ര മാമ്പഴം ഉണ്ടായിരുന്നു? ചോദ്യം നല്ലവണ്ണം വായിക്കുക. എന്താണ്? എൻ്റെ സഞ്ചിയിൽ കുറേ മാമ്പഴമുണ്ട്, പകുതി എണ്ണം മാമന് കൊടുത്തു, ബാക്കിയുള്ളതിൻ്റെ പകുതി കൂട്ടുകാരന് കൊടുത്തു. അപ്പോൾ ബാക്കിയുള്ളതിൻ്റെ പകുതി കൂട്ടുകാരന് കൊടുത്തു, അപ്പോൾ മിച്ചമുണ്ടായിരുന്ന 5 എന്ന് പറയുമ്പോൾ ഈ ബാക്കിയുള്ളതിൻ്റെ പകുതി കൂട്ടുകാരന് കൊടുത്ത അതേ എണ്ണമാണ് മിച്ചമുണ്ടായത് അല്ലേ? അപ്പോൾ ഒരു സംഖ്യയെ പകുതിയാക്കിയിട്ട് അത് കൂട്ടുകാരന് കൊടുത്തു, അപ്പോൾ അതിൻ്റെ ബാക്കി പകുതിയാണ് ഈ 5 എണ്ണം അല്ലേ? അതാണ് മിച്ചം വന്നത്, അതാണ് അയൽക്കാരന് കൊടുത്തത്. അപ്പോൾ കൂട്ടുകാരനും എത്രയായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? 5 എണ്ണമായിരിക്കും. കൂട്ടുകാരനും 5 എണ്ണമാണ് കൊടുത്തത്. അപ്പോൾ ഈ കൂട്ടുകാരന് 5 ആണ് കൊടുത്തത്, മാമൻ എത്രയായിരിക്കും? അതിൻ്റെ ഇരട്ടി, 5ൻ്റെ ഇരട്ടി 10 ആണ് കൊടുത്തത് അല്ലേ? മാമന് 10 എണ്ണമാണ് കൊടുത്തത്. അപ്പോൾ മാമ്പഴം എത്രയായിരിക്കും? മാമന് സഞ്ചിയിലുള്ളതിൻ്റെ പകുതിയാണ് മാമന് കൊടുത്തത് അല്ലേ? അപ്പോൾ പകുതി, ഒരു സംഖ്യയുടെ പകുതി 10 ആണ്. അപ്പോൾ സംഖ്യ ഏതായിരിക്കും? 10ൻ്റെ നേരെ ഇരട്ടി 20. അപ്പോൾ സഞ്ചിയിൽ എത്രയാണ് ഉണ്ടായിരിക്കുക? 20 മാമ്പഴമാണ് ഉണ്ടായിരിക്കുക അല്ലേ? നെക്സ്റ്റ് കളർ പെൻസിൽ. മേന്മ സ്റ്റോറിൽ നിന്നും ഇഷാൻ 20 കളർ പെൻസിൽ വാങ്ങി. ഒരു പെൻസിലിന് 4 രൂപയാണ് വില. ആകെ എത്ര രൂപ ചിലവായി? 20 കളർ പെൻസിലാണ് വാങ്ങിയത്, ഒരു പെൻസിലിന് 4 രൂപയാണ്. അപ്പോൾ 20 ഗുണിക്കണം 4 എത്രയാണ്? 2 ഗുണിക്കണം 4 8, പിന്നെ ഈ 0 കൊടുക്കുക, അപ്പോൾ 80 രൂപയാണ് അല്ലേ? ഇനി 76 രൂപയ്ക്കാണ് ശ്രദ്ധ കളർ പെൻസിൽ വാങ്ങിയത്. ആകെ എത്ര പെൻസിൽ വാങ്ങി? അപ്പോൾ 76 രൂപയ്ക്ക് ഇതേ കടയിൽ നിന്ന് ശ്രദ്ധ കളർ പെൻസിൽ വാങ്ങി. ഒരു പെൻസിലിന് എത്ര രൂപയാണ് വില? 4 രൂപയാണ് വില. അപ്പം എത്ര കളർ പെൻസിൽ വാങ്ങി? 76 ഹരിക്കണം 4 കാണണം അല്ലേ? അതായത് 76-ൽ എത്ര 4 ഉണ്ട്, അല്ലെങ്കിൽ എത്ര തവണ 4 കൂട്ടിയാലാണ് 76 ആകുക? ഇതാണ് നമ്മൾ കാണേണ്ടത് അല്ലേ? അപ്പോൾ 76 രൂപയ്ക്കാണ് വാങ്ങിയത്. അപ്പോൾ ഒരു പെൻസിലിന് എത്ര രൂപയാണ്? 4 രൂപയാണ് വില. നമുക്ക് 10 പെൻസിൽ വെച്ച് ആദ്യം വാങ്ങി നോക്കാം. അപ്പോൾ 10 ഗുണിക്കണം 4 40 രൂപയായി അല്ലേ? 10 പെൻസിലിന് 40 രൂപയായി. ബാക്കി എത്ര രൂപയുണ്ട്? 76-ൽ 40 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 36 രൂപയുണ്ട് അല്ലേ? ഈ 36 രൂപയ്ക്ക് ഇനി 4 രൂപ വെച്ചിട്ട് എത്ര പെൻസിൽ കിട്ടും? അതായത് 4-നെ എത്ര കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 36 കിട്ടുക? 9 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് അല്ലേ? 9 ഗുണിക്കണം 4 ആണല്ലോ 36. അപ്പോൾ 36 മൈനസ് ചെയ്താൽ 0 ആയി അല്ലേ? ഇനി പൈസ ഒന്നും ബാക്കിയില്ല. അപ്പോൾ എത്ര പെൻസിലാണ് കിട്ടുക 76 രൂപയ്ക്ക്? ഫസ്റ്റിൽ 10 എണ്ണം കിട്ടി, പിന്നെ 9 എണ്ണം കിട്ടി അല്ലേ? അപ്പോൾ 10 കൂട്ടണം 9 19 പെൻസിലാണ് കിട്ടുക അല്ലേ? അപ്പോൾ 76 ഹരിക്കണം 4 എത്രയാണ്? 19 ആണല്ലേ? അപ്പോൾ ആകെ എത്ര പെൻസിൽ വാങ്ങി? 10 കൂട്ടണം 9 19 പെൻസിലാണ് വാങ്ങിയത് അല്ലേ? 19 പെൻസിൽ വാങ്ങി. അതായത് 76 ഹരിക്കണം 4 19 ആണ്. ഓക്കെ. നെക്സ്റ്റ് മനക്കണക്കായി ചെയ്യാമോ? 80 ഹരിക്കണം 4 20 ആണ്. ഇനി 80-ൽ നിന്ന് ഒരു 4 കുറച്ചു, അപ്പോൾ എത്രയായി? 76 ആയി. ഈ 76-ന് 4 കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയായിരിക്കും കിട്ടുക? ഈ 20-ൽ നിന്ന് 80 ഹരിക്കണം 4 20 ആണ്. ഇതിൽ നിന്ന് ഒരു 4 കുറച്ചു അല്ലേ? അപ്പം 76 ഹരിക്കണം 4 എത്രയായിരിക്കും? 20-ൽ നിന്ന് 1 കുറയും, അപ്പോൾ 19 ആയിരിക്കും. അതുപോലെ തന്നെ 60 ഹരിക്കണം 3 20 ആണ്. ഇനി 60-ൽ നിന്ന് ഒരു 3 കുറച്ചു, അപ്പോൾ 57 ആയി. ഈ 57-നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്രയായിരിക്കും? അതായത് 20-ൽ നിന്ന് 1 കുറയും, 19 ആയിരിക്കും. 60 ഹരിക്കണം 6 10 ആണ്. 60-ൽ നിന്ന് ഒരു 6 കുറച്ചു, 54 കിട്ടി. ഈ കുറച്ച് 54 കിട്ടിയല്ലോ.
അപ്പോൾ ഒരു 6 കുറച്ചിട്ടാണ് 54 കിട്ടിയത്. ഈ 54നെ 6 കൊണ്ട് ഹരിച്ചാൽ എത്രയായിരിക്കും? ഈ 10ൽ നിന്ന് 1 കുറയും, അപ്പോൾ 9 ആയിരിക്കും. അതുപോലെ തന്നെ 80 ഹരിക്കണം 4 എത്രയാണ്? 20 ആണ്. 80 കൂട്ടണം 4 എത്രയാണ്? 84 ഒരു 4 കൂട്ടുകയാണ് ചെയ്തത്. ഇനി കൂട്ടിയിട്ട് കിട്ടിയ 84 ഉണ്ടല്ലോ, ഒരു 4 കൂട്ടി 84 കിട്ടി. ഈ 84നെ 4 കൊണ്ട് ഹരിച്ചാൽ എത്രയായിരിക്കും? 20ൻ്റെ കൂടെ 1 കൂടും, അപ്പം 21 ആകും. 60 ഹരിക്കണം 3 20 ആണ്. 60ൻ്റെ കൂടെ ഒരു 3 കൂടെ കൂട്ടി, അപ്പോൾ 63 ആയി. ഈ 63നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്രയായിരിക്കും? 21 ആകും. അതായത് 20ൻ്റെ കൂടെ 1 കൂടി അല്ലേ. ഇനി അതുപോലെ തന്നെ 60 ഹരിക്കണം 3 എത്രയാണ്? 20 ആണ്. 60 കൂട്ടണം 9, 60ൻ്റെ കൂടെ 3 തവണ 3 കൂട്ടി അല്ലേ. 60 കൂട്ടണം 9 എത്രയാണ്? 69 ആണ്. ഇനി 69നെ 6 കൊണ്ടല്ല ഹരിക്കേണ്ടത്, 3 കൊണ്ടാണ്. അതായത് 6 69ൽ കൃത്യമായിട്ട് പോകില്ല അല്ലേ. അപ്പോൾ ഇവിടെ വന്ന് മിസ്റ്റേക്കാണ്. 69 ഹരിക്കണം 3 എത്രയായിരിക്കും? അതായത് എത്ര തവണ 3 കൂട്ടിയിട്ടാണ് 69 ആയത്? 60ൻ്റെ കൂടെ 3 കൂട്ടി അല്ലേ. അപ്പോൾ 20ൻ്റെ കൂടെ എത്ര കൂടണം? 23 ആയിരിക്കും അല്ലേ. 69 ഹരിക്കണം 3 23 ആയിരിക്കും. അതുപോലെ 60 ഹരിക്കണം 6 എത്രയാണ്? 10 ആണ്. 60 കൂട്ടണം 12, അതായത് 2 തവണ 6 കൂട്ടി അല്ലേ. 72 ആണ്. ഈ 72നെ 6 കൊണ്ട് ഹരിച്ചാൽ എത്രയായിരിക്കും? ഈ 10ൻ്റെ കൂടെ 2 കൂടുക, അപ്പോൾ 12 ആയിരിക്കും. ഇനി ഇതുപോലെ നമുക്ക് എന്ത് എഴുതാം? 80 ഹരിക്കണം 8, 80 ഹരിക്കണം 8 10 ആണ്. 80ൻ്റെ കൂടെ 16 കൂട്ടി, അതായത് 2 തവണ 8 കൂട്ടി, അപ്പോൾ എത്ര കിട്ടി? 96 കിട്ടി. ഈ 96നെ 8 കൊണ്ട് ഹരിച്ചാൽ എത്രയായിരിക്കും? ഇവിടെ നമ്മൾ 2 8 കൂട്ടിയത്, അപ്പോൾ 10ൻ്റെ കൂടെ 2 കൂടും, 12 ആയിരിക്കും അല്ലേ. ഓക്കെ, നെക്സ്റ്റ് ബില്ല് പൂരിപ്പിക്കൂ. സിയൂദും ആദ്യം സ്കൂൾ സ്റ്റോറിൽ നിന്നും ഒരേ വിലയുള്ള സാധനങ്ങളാണ് വാങ്ങിയത്. രണ്ടുപേരും വാങ്ങിയ സാധനത്തിൻ്റെ ബില്ല് ചുവടെ കൊടുക്കുന്നു. ആദിയുടെ ബില്ലിലെ വിലകൾ മാഞ്ഞുപോയിരിക്കുന്നു. അവ കണ്ടുപിടിച്ച് എഴുതാമോ? അപ്പോൾ എന്താണ്? സിയൂദും ആദ്യം സ്കൂൾ സ്റ്റോറിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി. രണ്ടുപേർക്കും ബില്ല് കൊടുത്തിട്ടുണ്ട്. സിയൂദിൻ്റെ ബില്ല് കറക്റ്റാണ്, കംപ്ലീറ്റ് ആണ്. ഇനി ആദിയുടെ ബില്ലിൻ്റെ വില മാഞ്ഞു പോയിട്ടാണുള്ളത്, അതാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ എങ്ങനെ കാണാം? രണ്ടുപേരുടെയും സാധനങ്ങളുടെ വില സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ സിയൂദ് വാങ്ങിയ സാധനങ്ങൾ നോട്ട്ബുക്ക് 4 എണ്ണത്തിന് 72 രൂപയായി, ചാർട്ട് 6 എണ്ണത്തിന് 30 രൂപയായി, പേന 8 എണ്ണത്തിന് 72 രൂപയായി, സ്കെയില് 10 എണ്ണത്തിന് 60 രൂപയായി അല്ലേ. ഇനി ആദ്യം വാങ്ങിയത് നോക്കാം. പേന 6 എണ്ണമാണ് വാങ്ങിയത്, അപ്പോൾ അതിൻ്റെ വില നമ്മൾ കാണണം അല്ലേ. അപ്പോൾ 6 പേനയുടെ വില കാണാൻ വേണ്ടി നമ്മൾക്ക് ഒരു പേനയുടെ വില കിട്ടണം അല്ലേ. ഇനി ഇവിടെ നോക്കുക, സിയൂദിൻ്റെ പേന, സിയൂദ് 8 പേന വാങ്ങിയിട്ട് 72 രൂപയാണ് ആയത്. അപ്പം 8 പേനയ്ക്ക് 72 രൂപയാണെങ്കിൽ ഒരു പേനയ്ക്ക് എത്ര വിലയായിരിക്കും? എങ്ങനെ കാണാം? 72നെ 8 കൊണ്ട് ഹരിച്ചാൽ മതി. അല്ലെങ്കിൽ 72ൽ എത്ര തവണ 8 പോകുമെന്ന് നോക്കാം. അല്ലെങ്കിൽ 8നെ എത്ര കൊണ്ട് ഗുണിച്ചാൽ 72 കിട്ടുമെന്ന് നോക്കാം അല്ലേ. അപ്പോൾ എത്രയാണ്? 9 ആണ് കിട്ടുന്നത്. അപ്പോൾ ഒരു പേനയുടെ വില എത്രയായിരിക്കും? 72 ഹരിക്കണം 8 9 ആണ്. അപ്പോൾ ഒരു പേനയുടെ വില 9 ആണ്. അപ്പോൾ 6 പേനയ്ക്ക് എത്രയായിരിക്കും? 6 ഗുണിക്കണം 9 54 രൂപയാണ് ആകുക അല്ലേ. അതുപോലെ തന്നെ സ്കെയില് 3 എണ്ണമാണ് വാങ്ങിയത്. സിയൂദിൻ്റെ ബില്ല് നോക്കുക. സിയൂദ് 10 സ്കെയിലിന് 60 രൂപയായി. അപ്പോൾ ഒരു സ്കെയിലിന് എത്ര രൂപയായിരിക്കും വില? 6 രൂപയായിരിക്കും. അപ്പോൾ 3 സ്കെയിലിന് 6 രൂപ വെച്ച് ആകുമ്പോൾ 3 ഗുണിക്കണം 6 18 രൂപയാകും അല്ലേ. അതുപോലെ തന്നെ നോട്ട്ബുക്ക് 5 എണ്ണമാണ് വാങ്ങിയത്. ഇവിടെ സിയൂദ് നോട്ട്ബുക്ക് 4 എണ്ണം വാങ്ങിയിട്ട് 72 രൂപയായി. അപ്പോൾ ഒരു നോട്ട്ബുക്കിന് എത്രയായിരിക്കും? 72 ഹരിക്കണം 4 എത്രയാണ്? 18 ആണ്. അപ്പോൾ ഒരു നോട്ട്ബുക്കിന് 18 രൂപയാണ് വരിക. അപ്പോൾ 5 നോട്ട്ബുക്കിന് 5 ഗുണിക്കണം 18 എത്രയാണ്? 90 രൂപയാകും അല്ലേ. ഇനി ചാർട്ട് 8 എണ്ണമാണ് വാങ്ങിയത്. ഇവിടെ സിയൂദ് ചാർട്ട് 6 എണ്ണത്തിന് എത്ര രൂപയായി? 30 രൂപയായി. അപ്പോൾ ഒരു ചാർട്ടിന് എത്ര രൂപയാണ്? 5 രൂപയാണ് വരിക. അപ്പോൾ 8 ചാർട്ടിന് 8 ഗുണിക്കണം 5 സമം 40 രൂപ. അപ്പോൾ പേനക്ക് 6 എണ്ണത്തിന് 54 രൂപ കിട്ടി. സ്കെയിലിന് 18 രൂപ. നെക്സ്റ്റ് നോട്ട്ബുക്ക് 90, ചാർട്ട് 40. ആകെ എത്രയാണ് വരിക? നിങ്ങൾ കൂട്ടി നോക്കുക. 202 രൂപയാണ് കിട്ടുക. ഇവിടെ എത്ര രൂപയാണ് ആകുക? 234 രൂപ. ഓക്കെ, നെക്സ്റ്റ് പരമച്ചേട്ടൻ്റെ പഴക്കട. പരമച്ചേട്ടൻ്റെ പഴക്കടയിൽ എന്തെല്ലാം പഴങ്ങൾ ഉള്ളതെന്നറിയാമോ? ആപ്പിൾ 35 എണ്ണം, ഓറഞ്ച് 36 എണ്ണം, മാമ്പഴം 50 എണ്ണം, പൈനാപ്പിൾ 32 എണ്ണം. പട്ടികയിലെ എണ്ണം അനുസരിച്ച് പഴങ്ങൾ അടുക്കി വയ്ക്കുകയാണ് പരമച്ചേട്ടൻ. ആപ്പിൾ 7 ട്രേയിൽ തുല്യമായി വെച്ചു. ഒരു ട്രേയിൽ എത്ര ആപ്പിൾ ഉണ്ട്? അപ്പോൾ ആപ്പിൾ ആകെ ഉള്ളത് 35 ആണ്. 35 ഹരിക്കണം ഒരു ട്രേയിൽ എത്രയാണ് ഉള്ളത്? 7 അല്ലേ.
7 സമം എത്രയാണ്? 35നെ 7 കൊണ്ട് ഹരിക്കുക. 35ൽ എത്ര 7 ഉണ്ട് അത് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഏത് സംഖ്യയെ 7 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 35 കിട്ടുക? 5 ഗുണിക്കണം 7 ആണ് 35 അല്ലേ? അപ്പോൾ ഉത്തരം 5. നെക്സ്റ്റ്, ഓറഞ്ച് 6 എണ്ണം വീതം തുല്യമായ ട്രേയിൽ വെച്ച് ഒരു ട്രേയിൽ എത്ര ഓറഞ്ച് ഉണ്ട്? അപ്പോൾ ആകെയുള്ള ഓറഞ്ച് 36 ആണ്. 36 ഹരിക്കണം ഒരു ട്രേയിൽ എത്ര എണ്ണം വെച്ചത്? 6 അല്ലേ? 36 ഹരിക്കണം 6 എത്രയാണ്? ഏത് സംഖ്യയെ 6 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 36 കിട്ടുക? 6 ഗുണിക്കണം 6 ആണ് 36 അല്ലേ? നെക്സ്റ്റ്, മാമ്പഴം 5 കൂട്ടമാക്കി വെച്ചു ഓരോ കൂട്ടത്തിലും എത്ര മാമ്പഴമുണ്ട്? മാമ്പഴം ആകെ ഉള്ളത് 50 ആണ്. 50 ഒരു കൂട്ടത്തിൽ എത്ര എണ്ണം വെച്ചത്? 5 എണ്ണമാണ് വെച്ചത്. അപ്പോൾ 50 ഹരിക്കണം 5 സമം എത്രയാണ്? 10 ആണ് അല്ലേ? 10 ഗുണിക്കണം 5 ആണല്ലോ 50. നെക്സ്റ്റ്, പൈനാപ്പിൾ 4 എണ്ണം വീതം ഒരുമിച്ച് തൂക്കിയിട്ടാൽ എത്ര കൂട്ടം? പൈനാപ്പിൾ ഉള്ളത് 32 ആണ്. അപ്പോൾ 32 ഹരിക്കണം 4 എണ്ണം വീതമാണ് തൂക്കിയിട്ടത് അല്ലേ? 32 ഹരിക്കണം 4 സമം എത്രയാണ്? എത്ര ഗുണിക്കണം 4 ആണ് 32? 8 ഗുണിക്കണം 4 ആണ് 32 അല്ലേ? അപ്പോൾ 32 ഹരിക്കണം 4 8 ആണ്. 8 കൂട്ടമാണ്. ഓക്കെ. നെക്സ്റ്റ്, അരി വിതരണം. പട്ടുമല സ്കൂളിലെ കുട്ടികൾക്ക് ഓണം പ്രമാണിച്ച് 5 കിലോ വീതം അരി കൊടുക്കുന്നു. 37 ചാക്ക് അരി എത്തി. ഓരോ ചാക്കിലും 50 കിലോ വീതം അരിയുണ്ട്. ഇത് എത്ര കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയും? ചോദ്യം നല്ലവണ്ണം വായിക്കുക. എങ്ങനെ കണക്കാക്കാം? ഒരു കുട്ടിക്ക് എത്ര കിലോ അരിയാണ് കൊടുക്കുന്നത്? 5 കിലോ അല്ലേ? മുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ചാക്കിൽ എത്ര കിലോ അരിയുണ്ട്? ഒരു ചാക്കിൽ 50 കിലോ അരിയാണുള്ളത്. ഇത് എത്ര കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും? അതായത് ഒരു ചാക്കിലെ അരി എത്ര കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും? ഒരു ചാക്കിൽ 50 കിലോ അരിയാണുള്ളത് അല്ലേ? അപ്പം ഒരു കുട്ടിക്ക് കൊടുക്കേണ്ടത് 5 കിലോ അരിയാണ്. അപ്പോൾ ഒരു ചാക്കിലെ അരി എത്ര കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും? 50 ഹരിക്കണം 5 10 കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും അല്ലേ? 10 കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. ഇനി ആകെ എത്ര ചാക്ക് അരിയാണുള്ളത്? 37 ചാക്ക് അരിയാണുള്ളത് അല്ലേ? ആകെ എത്ര കുട്ടികൾക്ക് അരി കൊടുക്കാൻ കഴിയും? എങ്ങനെ കാണാം? ആകെ ഉള്ളത് 37 ചാക്കാണ് അരി ഉള്ളത്. ഒരു ചാക്കിൽ ഉള്ള അരി 10 കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ 37 ചാക്കിലെ അരി എത്ര കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും? 37 ഗുണിക്കണം 10 അല്ലേ? 370 കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കും അല്ലേ? 370 കുട്ടികൾക്ക്. ഓക്കെ. നെക്സ്റ്റ്, നെല്ലിക്ക കണക്ക്. മിലാദും വാസുവും കൂട്ടുകാരാണ്. മിലാദ് കടയിൽ നിന്ന് നെല്ലിക്ക വാങ്ങി. നെല്ലിക്കയുടെ എണ്ണം 10ൽ കൂടുതലും 16ൽ കുറവുമാണ്. ഇതിൽ പകുതി എണ്ണം നെല്ലിക്ക വാസുവിന് കൊടുത്തു. വാസു തൻ്റെ 2 മക്കൾക്കും മിലാദ് തൻ്റെ 3 മക്കൾക്കും തുല്യമായി നെല്ലിക്ക വീതിച്ചു. വാസുവിൻ്റെ മക്കൾക്കാണോ മിലാദിൻ്റെ മക്കൾക്കാണോ കൂടുതൽ നെല്ലിക്ക കിട്ടിയത്? അപ്പം മിലാദാണ് കടയിൽ നിന്ന് നെല്ലിക്ക വാങ്ങിയത്. നെല്ലിക്ക എത്ര എണ്ണമാണ് വാങ്ങിയത്? 10ൽ കൂടുതലും 16ൽ കുറവുമുള്ള സംഖ്യയാണ് അല്ലേ? അപ്പോൾ ഏതൊക്കെ സംഖ്യ ആകാം? 11 ആകാം, 12 ആകാം, 13 ആകാം, 14 ആകാം, 15 ആകാം. 16 ആകാൻ പറ്റില്ല, 16ൽ കുറവാണ് അല്ലേ? അപ്പോൾ ഈ ഏതെങ്കിലും ഒന്നെങ്കിൽ 11 എണ്ണം, അല്ലെങ്കിൽ 12 എണ്ണം, 13 എണ്ണം, 14 എണ്ണം, അല്ലെങ്കിൽ 15 എണ്ണം ആകാം അല്ലേ? ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? മിലാദ് നെല്ലിക്ക വാങ്ങിയിട്ട് പകുതി എണ്ണം ആർക്ക് കൊടുത്തിട്ടുണ്ട്? വാസുവിന് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പം മിലാദ് പകുതി എടുത്തു, പകുതി വാസുവിന് കൊടുത്തു. അപ്പോൾ ഈ വാങ്ങിയ എണ്ണം എന്ത് ചെയ്യാൻ പറ്റണം? പകുതിയാക്കാൻ സാധിക്കണം അല്ലേ? അപ്പോൾ 11നെ പകുതിയാക്കാൻ പറ്റില്ല, 13നെയും പകുതിയാക്കാൻ പറ്റില്ല, 15നെയും പകുതിയാക്കാൻ പറ്റില്ല. അപ്പോൾ വാങ്ങിയ നെല്ലിക്കയുടെ എണ്ണം ഒന്നെങ്കിൽ 12 എണ്ണം ആയിരിക്കും, അല്ലെങ്കിൽ 14 എണ്ണം ആയിരിക്കും അല്ലേ? പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഈ നെല്ലിക്ക വാങ്ങിയിട്ട് പകുതി എടുത്തു ഇവർ മിലാദും വാസുവും പകുതിയാക്കി എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? വാസു തൻ്റെ 2 മക്കൾക്കും മിലാദ് തൻ്റെ 3 മക്കൾക്കും തുല്യമായിട്ട് വീതിച്ചു അല്ലേ? അപ്പോൾ ഈ 12 എണ്ണമാണ് വാങ്ങിയതെങ്കിൽ 12ൻ്റെ പകുതി 6 വാസുവിന് കിട്ടിയത്. 12ൻ്റെ പകുതി 6 മിലാദിനും കിട്ടിയത്. ഇനി ഈ 12ൻ്റെ പകുതി 6 എന്ത് ചെയ്യണം? 2 തുല്യഭാഗമാക്കണം. പിന്നെ മിലാദിന് എന്ത് ചെയ്യണം? 3 തുല്യഭാഗവും ആക്കണം. അപ്പം 6 എന്ത് ചെയ്യാൻ പറ്റും? 2 തുല്യഭാഗവും ആക്കാൻ സാധിക്കും. അതായത് 2 മക്കൾക്ക് കൊടുക്കാൻ പറ്റും. 6ന് 2 മക്കൾക്ക് കൊടുക്കുമ്പോൾ 3 വെച്ച് കൊടുക്കാം അല്ലേ? ഇനി 6 മിലാദിന് 3 മക്കൾക്ക് കൊടുക്കുമ്പോൾ 2 വെച്ച് കൊടുക്കാം അല്ലേ? അപ്പോൾ 12ന് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി 14ന് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 14നെ പകുതിയാക്കി കഴിഞ്ഞാൽ എത്രയാണ്? 7 ആയിട്ടാണ് വാസുവിനും മിലാദിനും കിട്ടുക. അപ്പോൾ ഈ 7 എണ്ണത്തിൽ പകുതിയും ആക്കാൻ പറ്റില്ല, 3 ഭാഗവും ആക്കാൻ സാധിക്കില്ല. അപ്പോൾ 14 എണ്ണമല്ല, എത്ര എണ്ണയാണ്? 12 എണ്ണം തന്നെയാണ് വാങ്ങിയത് അല്ലേ? അപ്പോൾ മിലാദ് വാങ്ങിയ നെല്ലിക്കയുടെ എണ്ണം എത്രയാണ്? 12 എണ്ണമാണ്. ഇനി വാസുവിന് കൊടുത്ത നെല്ലിക്ക എത്രയാണ്? 12ൻ്റെ പകുതി 6 കൊടുത്തത്. വാസുവിൻ്റെ ഓരോ മക്കൾക്കും കിട്ടിയ നെല്ലിക്കയുടെ എണ്ണം എത്രയാണ്? വാസുവിന് എത്ര മക്കളാണ് ഉള്ളത്? 2 മക്കൾ അല്ലേ? അപ്പം ഓരോ മക്കൾക്കും 3 എണ്ണമാണ് കിട്ടിയത്. മിലാദിൻ്റെ ഓരോ മക്കൾക്കും കിട്ടിയ നെല്ലിക്കയുടെ എണ്ണം മിലാദിന് 3 മക്കളാണ് ഉള്ളത്. അപ്പോൾ 2 എണ്ണമാണ് കിട്ടിയത്. ഇനി ആർക്കാണ് കൂടുതൽ എണ്ണം നെല്ലിക്ക കിട്ടിയത്? വാസുവിൻ്റെ. ആർക്കാണ്? വാസുവിൻ്റെ മക്കൾക്കല്ലേ 3 എണ്ണം കിട്ടിയത്. അപ്പോൾ കൂടുതൽ കിട്ടിയത് വാസുവിൻ്റെ മക്കൾക്കാണ് കൂടുതൽ കിട്ടിയത്. ഓക്കെ.
ഇനി നെക്സ്റ്റ്, രണ്ടാം ദിവസം വാസുവാണ് നെല്ലിക്ക വാങ്ങിയത്. നെല്ലിക്കയുടെ എണ്ണം 20നും 30നും ഇടയിലാണ്. പകുതി എണ്ണം നെല്ലിക്ക മിലാദിന് കൊടുത്തു. മിലാദ് തന്റെ 4 ചങ്ങാതിമാർക്കും വാസു തന്റെ 3 ചങ്ങാതിമാർക്കും തുല്യമായി കൊടുത്തു. ആരുടെ ചങ്ങാതിക്കാണ് കൂടുതൽ എണ്ണം കിട്ടിയത്? എന്താണ്? രണ്ടാമത്തെ ദിവസം ആരാണ് നെല്ലിക്ക വാങ്ങിയത്? വാസുവാണ് വാങ്ങിയത്. എത്ര എണ്ണ വാങ്ങിയത്? 20നും 30നും ഇടയിലുള്ള എണ്ണമാണ് വാങ്ങിയത്. അതായത് 20നും 30നും ഇടയിലുള്ള സംഖ്യകൾ ഏതൊക്കെയാണ്? 21, 22, 23, 24, 25, 26, 27, 28, 29. അപ്പം ഈ 21 ഇതൊന്നും എടുക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്? പകുതി എണ്ണം നെല്ലിക്ക മിലാദിന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം വാസു നെല്ലിക്ക വാങ്ങിയിട്ട് പകുതി ആക്കിയിട്ടുണ്ട്. അപ്പം പകുതി ആക്കാൻ പറ്റുന്ന സംഖ്യകൾ ഏതായിരിക്കും? 20നും 30നും ഇടയിൽ വരുന്ന ഇരട്ട സംഖ്യകൾ മാത്രമേ പകുതിയാക്കാൻ സാധിക്കൂ അല്ലേ. അപ്പം 20നും 30നും ഇടയിൽ വരുന്ന ഇരട്ട സംഖ്യകൾ മാത്രം നോക്കിയാൽ മതി. ഏതൊക്കെയാണ്? 22, 24, 26, 28. ഈ ഏതെങ്കിലും സംഖ്യകളായിരിക്കും എണ്ണായിരിക്കും നെല്ലിക്ക വാങ്ങിയിട്ടുണ്ടാവുക. ഇനി എന്ത് ചെയ്തിട്ടുണ്ട്? നെല്ലിക്ക വാങ്ങിയിട്ട് മിലാദ് 4 ചങ്ങാതിമാർക്ക് കൊടുത്തിട്ടുണ്ട്. പകുതിയാക്കിയവർ നെല്ലിക്ക വാങ്ങിയിട്ട് പകുതിയാക്കിയിട്ട് മിലാദ് തൻ്റെ ഓഹരി എന്ത് ചെയ്തു? 4 കൂട്ടുകാർക്ക് കൊടുത്തു. വാസു അവൻ്റെ ഓഹരി 3 കൂട്ടുകാർക്കും കൊടുത്തു. അപ്പോൾ 22ൻ്റെ പകുതി എത്രയായിരിക്കും? 11 ആയിരിക്കും. 11നെ എന്ത് ചെയ്യാൻ പറ്റും? 4 ഭാഗമാക്കാൻ സാധിക്കുമോ? ഇല്ല, 3 ഭാഗവും ആക്കാൻ സാധിക്കില്ല. അപ്പോൾ 22 എണ്ണമല്ല എടുത്തത്, 22 ക്യാൻസൽ ചെയ്യാം. ഇനി 24 എണ്ണം നോക്കിക്കഴിഞ്ഞാൽ 24ൻ്റെ പകുതി എത്രയാണ്? 12 ആണ്. 12ന് എന്ത് ചെയ്യാൻ പറ്റും? 12ന് 3, അതായത് 4 ചങ്ങാതിമാർക്ക് കൊടുക്കാം അല്ലേ. 4 ചങ്ങാതിമാർക്ക് കൊടുക്കുമ്പോൾ ഒരു ചങ്ങാതിക്ക് 3 എണ്ണം കിട്ടും. ഇനി 3 ചങ്ങാതിമാർക്ക് വാസുവിന് 3 ആൾക്കാണ് കൊടുക്കേണ്ടത്. 3 കൊടുക്കുമ്പോൾ ഒരാൾക്ക് 4 കിട്ടും അല്ലേ. അപ്പോൾ 12 ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പം 24 എണ്ണം ആകാൻ സാധ്യതയുണ്ട് അല്ലേ. വാങ്ങിയ നെല്ലിക്കയുടെ എണ്ണം 24 എണ്ണം ആകാൻ സാധ്യതയുണ്ട്. ഇനി അടുത്ത് നോക്കാം. 26 എണ്ണമാണ് വാങ്ങിയതെങ്കിൽ ഇതിനെ പകുതിയാക്കുമ്പോൾ 13 കിട്ടുക. അപ്പോൾ ഈ 13നെ 3ഉം 4ഉം ഭാഗങ്ങളാക്കാൻ സാധിക്കില്ല. അപ്പം 26 എണ്ണവും അല്ല. ഇനി 28 ആണെങ്കിൽ 28ൻ്റെ പകുതി എത്രയാണ്? 14 ആണ്. 14ന് എന്ത് ചെയ്യാൻ സാധിക്കില്ല? 3 തുല്യഭാഗവും 4 തുല്യഭാഗവും ആക്കാൻ സാധിക്കില്ല. അപ്പോൾ 28 അല്ല. അപ്പോൾ എത്ര എണ്ണമാണ് വാങ്ങിയത്? 24 എണ്ണം തന്നെയാണ് വാങ്ങിയത്. അപ്പോൾ വാങ്ങിയ നെല്ലിക്കയുടെ എണ്ണം 24 ആണ്. നമ്മൾക്ക് കാണേണ്ടത് എന്താണ്? ആരുടെ ചങ്ങാതിക്കാണ് കൂടുതൽ എണ്ണം കിട്ടിയത് അല്ലേ. അപ്പോൾ 24 എണ്ണം വാങ്ങിയിട്ട് എത്ര? 12 എണ്ണം വാസു എടുത്തു, 12 എണ്ണം മിലാദിനും കൊടുത്തു അല്ലേ. ഇനി എന്താണ്? മിലാദ് എന്ത് ചെയ്തിട്ടുണ്ട്? മിലാദ് തൻ്റെ 4 ചങ്ങാതിമാർക്ക് വീതിച്ചു അല്ലേ. അപ്പോൾ മിലാദിൻ്റെ ഓഹരി 12 എണ്ണം എന്ത് ചെയ്തു? 4 ചങ്ങാതിമാർക്ക് വീതിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് എത്രയാണ് കിട്ടുക? ഒരാൾക്ക് 3 എണ്ണമാണ് കിട്ടുക. ഇനി വാസു തൻ്റെ 3 ചങ്ങാതിമാർക്കാണ് കൊടുത്തത്. അപ്പം വാസുവിൻ്റെ ഓഹരി 12 എണ്ണം 3 തുല്യഭാഗമാക്കുമ്പോൾ ഒരാൾക്ക് 4 എണ്ണമാണ് കിട്ടുക. അപ്പോൾ ആരുടെ ചങ്ങാതിക്കാണ് കൂടുതൽ എണ്ണം കിട്ടിയത്? വാസുവിൻ്റെ അല്ലേ. വാസുവിന് 3 ഓഹരി മാത്രമേ ആക്കേണ്ടതുള്ളൂ. അപ്പോൾ വാസുവിൻ്റെ ചങ്ങാതിമാർക്കാണ് കൂടുതൽ എണ്ണം കിട്ടിയത്. വാസു എത്ര നെല്ലിക്കയാണ് വാങ്ങിയത്? വാസു വാങ്ങിയ നെല്ലിക്ക എത്രയാണ്? 24 നെല്ലിക്കയാണ് വാങ്ങിയത് അല്ലേ. ഓക്കെ. നെക്സ്റ്റ്, പിറന്നാൾ മധുരം. സ്കൂളിൽ 4ാം ക്ലാസ്സിൽ 2 ഡിവിഷനുകളിലായി ആകെ 40 കുട്ടികളുണ്ട്. ശ്രദ്ധ തൻ്റെ പിറന്നാളിന് ഓരോ കുട്ടിക്കും 4 മിഠായി വീതം കൊടുത്തു തുടങ്ങി. മിഠായി തീർന്നു, പക്ഷെ 10 കുട്ടികൾക്ക് കിട്ടിയില്ല. കൂടുതൽ മിഠായി വാങ്ങാതെ കുട്ടികൾ തന്നെ ഒരു വഴി കണ്ടുപിടിച്ചു. എല്ലാവർക്കും അങ്ങനെ ഒരേ എണ്ണം തന്നെ മിഠായി കിട്ടി. അപ്പം ഓരോരുത്തർക്കും എത്ര മിഠായി ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? അതാണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ എന്താണ്? ക്ലാസ്സിൽ 40 കുട്ടികളാണ് ഉള്ളത്. അപ്പോൾ ശ്രദ്ധ ഇങ്ങനെ മിഠായി ഒരാൾക്ക് 4 എണ്ണം വെച്ചിട്ട് 4 മിഠായി വീതം ഇങ്ങനെ കൊടുത്തു തുടങ്ങി. അപ്പോൾ എത്ര പേർക്കേ കൊടുക്കാൻ സാധിച്ചുള്ളൂ? 10 കുട്ടികൾക്ക് കിട്ടിയില്ല. അപ്പോൾ എത്ര ആൾക്കാർക്കും കൊടുത്തിട്ടുണ്ടാവുക? 40 കുട്ടികളാണ് മൊത്തം ഉള്ളത്. അപ്പോൾ 10 ആൾക്ക് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ 30 പേർക്കായിരിക്കും 30 കുട്ടികൾക്കാണ് കൊടുത്തത് അല്ലേ. അപ്പോൾ ഒരാൾക്ക് എത്ര മിഠായിയാണ് കൊടുത്തത്? 4 എണ്ണമാണ് കൊടുത്തത്. അപ്പോൾ 30 ഗുണിക്കണം 4 എത്രയാണ്? 120 മിഠായിയാണ് ശ്രദ്ധ കൊണ്ടുവന്നത് അല്ലേ. വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് 120 മിഠായിയാണ്. അപ്പോൾ ഈ 120 മിഠായി ഒരാൾക്ക് 4 എണ്ണം വെച്ച് കൊടുക്കുന്ന സമയത്ത് 30 ആൾക്ക് കൊടുക്കുമ്പോഴത്തേക്ക് തീർന്നുപോയി. അപ്പോൾ 40 കുട്ടികളുണ്ട്, ബാക്കി 10 കുട്ടികൾക്ക് കിട്ടിയില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്തു? കുട്ടികൾ തന്നെ ഒരു തീരുമാനം എടുത്തു. അപ്പോൾ അവർ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു വഴി കണ്ടുപിടിച്ചിട്ട് അവർ എല്ലാവർക്കും മിഠായി ഒരേ അളവിൽ ഒരേ എണ്ണം കിട്ടുന്ന രീതിയിൽ തന്നെ ഓഹരി ചെയ്തു. എങ്ങനെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക? അപ്പോൾ ഈ 120 മിഠായിയാണ് ആകെയുള്ളത്. 30 പേർക്ക് മാത്രമേ കൊടുത്തുള്ളൂ. അപ്പോൾ 30 പേർക്ക് 4 എണ്ണം കിട്ടിയല്ലേ. അപ്പോൾ ഈ 30 പേര് എന്ത് ചെയ്തു? ഒരെണ്ണം തിരിച്ചു കൊടുത്തു. അപ്പോൾ 30 പേരും ഒരെണ്ണം തിരിച്ചു കൊടുക്കുമ്പോൾ എത്ര എണ്ണം കിട്ടി? 30 മിഠായി ആയി അല്ലേ, ഓരോ ആളുടേതും. അപ്പോൾ ഈ 30 പേർക്കും എത്രയാണ് കിട്ടിയത്? ആദ്യം കൊടുത്ത 30 പേർക്ക് ഈ 4 എണ്ണത്തിൽ നിന്ന് 1 തിരിച്ചു കൊടുക്കുമ്പോൾ ഒരാൾക്ക് 3 എണ്ണമാണ് കിട്ടിയത്. ഒരാൾക്ക് 3 എണ്ണം കിട്ടി. ബാക്കി എത്ര കിട്ടി?
ഈ 120 നിന്ന് 30 തിരിച്ചു കൊടുത്തല്ലോ. അപ്പോൾ ബാക്കി 30 വന്നു. ഈ 30 എന്ത് ചെയ്തു? ബാക്കി വന്ന 10 കുട്ടികൾക്ക് എത്ര എണ്ണം വെച്ച് കൊടുത്തു? 3 വെച്ച് കൊടുത്തു അല്ലേ. അതായത് 30 ഹരിക്കണം 3 എത്രയാണ്? 10 അപ്പോൾ 3 വെച്ച് കൊടുക്കാൻ സാധിക്കും അല്ലേ. അപ്പം ഒരു കുട്ടിക്ക് ഈ 10 കുട്ടികൾക്കും എന്ത് ചെയ്തു? 30 ഉള്ളത്. 3 വെച്ച് കൊടുത്തു. അപ്പം ആദ്യം കൊടുത്ത കുട്ടികൾക്കും അവർ 4 കിട്ടിയിട്ട് 1 തിരിച്ചു കൊടുത്തു. അപ്പോൾ ആദ്യം കൊടുത്ത കുട്ടികൾക്കും ആദ്യം കൊടുത്ത 30 കുട്ടികൾക്കും 3 തന്നെയാണ്. ഇപ്പോൾ കൊടുത്ത 10 കുട്ടികൾക്കും 3 തന്നെയാണ്. അപ്പോൾ ഓരോരുത്തർക്കും എത്ര മിഠായി വീതമാണ് കിട്ടിയത്? 3 മിഠായി വീതമാണ് കിട്ടിയത് അല്ലേ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കണക്കാക്കിയത്? ഈ വഴി നിങ്ങൾ എഴുതി വെക്കുക. ഓക്കെ. നെക്സ്റ്റ് പസിൽ കോർണർ. ഹരിതം ക്ലബ് ഉണ്ടാക്കിയ സോപ്പ് ഒരു പെട്ടിയിൽ 2 വീതവും 3 വീതവും 4 വീതവും 6 വീതവും നിറക്കാൻ കഴിയും. കുറഞ്ഞത് എത്ര സോപ്പ് ഉണ്ടാകും? എന്താണ് കാണേണ്ടത്? സോപ്പിൻ്റെ എണ്ണമാണ് കാണേണ്ടത്. അതായത് സോപ്പിൻ്റെ എണ്ണം അത് 2 വീതം കൃത്യമായിട്ട് വെക്കണം, ബാക്കി വരാതെ. 3 വീതവും വെക്കണം, അപ്പോഴും ബാക്കി വരാൻ പാടില്ല. 4 വീതം വെച്ചാലും ബാക്കി വരാൻ പാടില്ല. 6 വീതം വെച്ചാലും ബാക്കി വരാൻ പാടില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ എത്ര സോപ്പ് ഉണ്ടാകും? അതാണ് ചോദ്യം അല്ലേ. അപ്പം നിങ്ങൾ എന്ത് കണ്ടാൽ മതി? അതായത് ഏതോ ഒരു സംഖ്യയെ 2 കൊണ്ടും 3 കൊണ്ടും 4 കൊണ്ടും 6 കൊണ്ടും കൃത്യമായിട്ട് ശിഷ്ടം വരാതെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യ, ചെറിയ സംഖ്യയാണ് കാണേണ്ടത്. അപ്പോൾ ലാസ്റ്റ് ഹരിക്കേണ്ടത് 6 കൊണ്ടാണ് അല്ലേ. അപ്പോൾ 6ന് മുകളിൽ വരുന്ന സംഖ്യ നമ്മൾക്ക് നോക്കാം. 6ന് മുകളിൽ വരുന്ന സംഖ്യ 7 നോക്കിക്കഴിഞ്ഞാൽ 7നെ 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, 3 കൊണ്ടും 4 കൊണ്ടും ഒന്നും ഹരിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ 7 എടുക്കാൻ പറ്റില്ല. പിന്നെ 8 നോക്കിക്കഴിഞ്ഞാൽ 8ൽ 2 പോകും, പക്ഷേ 3 പോകില്ല. അപ്പോൾ 8 അല്ല. ഇനി 9 നോക്കിക്കഴിഞ്ഞാൽ 9ൽ 2 പോകില്ല, 3 പോകും. അപ്പോൾ 9 എടുക്കാൻ പറ്റില്ല. ഇനി 10 നോക്കിക്കഴിഞ്ഞാൽ 10ൽ 3 പോകില്ല. 11 നോക്കിക്കഴിഞ്ഞാൽ 11ൽ ഒന്നും പോകില്ല. പിന്നെ 12 നോക്കിക്കഴിഞ്ഞാൽ 12ൽ 2 പോകുന്നുണ്ട്. 12ൽ 2 6 തവണ പോകും. പിന്നെ 12ൽ 3 എത്ര തവണ പോകും? 4 തവണ പോകും. 12ൽ 4 3 തവണ പോകും. 12ൽ 6 2 തവണ പോകും അല്ലേ. അപ്പോൾ ഏതായിരിക്കും സംഖ്യ? 12 ആയിരിക്കും സോപ്പിൻ്റെ എണ്ണം അല്ലേ. അപ്പോൾ 12 സോപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ 12 സോപ്പുകൾ 2 വീതം വെച്ച് കഴിഞ്ഞാൽ 6 പെട്ടിയാക്കാം അല്ലേ. ഇനി 3 വീതം വെച്ച് കഴിഞ്ഞാൽ എത്ര? 4 പെട്ടിയാക്കാം. 4 വീതം വെച്ച് കഴിഞ്ഞാലോ 3 പെട്ടിയാക്കാം. 6 വീതം വെച്ച് കഴിഞ്ഞാൽ 2 പെട്ടിയാക്കാം അല്ലേ. അപ്പോൾ കുറഞ്ഞത് എത്ര സോപ്പായിരിക്കും? 12 സോപ്പായിരിക്കും. എന്നാൽ മാത്രമേ ബാക്കി വരാത്ത രീതിയിൽ ഇങ്ങനെ വീതം വെക്കാൻ, അതായത് പെട്ടിയാക്കാൻ സാധിക്കും അല്ലേ. ഓക്കെ. നെക്സ്റ്റ് കളിച്ച് രസിക്കാൻ. ഡൈസ് എറിയുക. ഓരോ കളത്തിലെയും ക്രിയകൾക്കനുസരിച്ച് കരുനീക്കുക. അപ്പോൾ നിങ്ങൾ ഡൈസ് എറിയുക. ഇപ്പം ഡൈസ് എറിഞ്ഞിട്ട് 3 കിട്ടിയാൽ 3 എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? 3 ഗുണിക്കണം 3 ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 3 ഗുണിക്കണം 3 9 അപ്പോൾ നിങ്ങൾ 9 ഇനി ഡൈസ് എറിഞ്ഞിട്ട് വീണ്ടും 1 വീണതെങ്കിൽ നിങ്ങൾ 10 10 എന്താണ് ക്രിയ? 10 ഹരിക്കണം 2. അപ്പോൾ 10 ഹരിക്കണം 2 എത്രയാണ്? 5. പിന്നെ എന്ത് ചെയ്യും? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? തിരിച്ച് 5ലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ ഇത് തുടരുക. ഓക്കെ. നെക്സ്റ്റ് സ്വാഗത സംഘം. പ്രവൃത്തി പരിചയ ക്യാമ്പിൻ്റെ സ്വാഗത സംഘം യോഗത്തിലേക്ക് 84 രക്ഷിതാക്കൾ വന്നു. ഓരോ വരിയിലും 6 കസേരയിലാണ് രക്ഷിതാക്കൾ ഇരുന്നത്. എത്ര വരിയുണ്ട്? അപ്പം 84 രക്ഷിതാക്കളാണ് വന്നത്. ഒരു വരിയിൽ 6 കസേരയാണ് ഉള്ളത്. അപ്പം 6 പേരായിരിക്കും ഇരുന്നിട്ടുണ്ടാവുക. അപ്പോൾ എന്താണ്? എത്ര വരിയുണ്ട് എന്നാണ് കാണേണ്ടത്. 84നെ 6 കൊണ്ട് ഹരിച്ചാൽ മതി അല്ലേ. മൊത്തം വന്ന രക്ഷിതാക്കൾ 84. അപ്പോൾ ഒരു വരിയിൽ ഇരുന്നത് 6 പേരാണ്. അപ്പോൾ എത്ര വരിയുണ്ടെന്ന് കാണാൻ 84നെ 6 കൊണ്ട് ഹരിക്കുക. 84 ഹരിക്കണം 6. ഫസ്റ്റ് നമുക്ക് 10 വരി വെച്ച് നോക്കാം. അപ്പോൾ 10 ആകുമ്പോൾ 10 ഗുണിക്കണം 6 60. 84ന് 60 മൈനസ് ചെയ്താൽ എത്രയാണ്? 24 ബാക്കിയുണ്ട്. ഇനി 24ൽ എത്ര തവണ 6 പോകും? 4 ഗുണിക്കണം 6 24 അല്ലേ. അപ്പോൾ 6 ഗുണിക്കണം 4 24 കിട്ടി. അപ്പോൾ 24ന് 24 മൈനസ് ചെയ്താൽ 0 ആയി. അപ്പോൾ എത്ര വരിയാണ്? 10 കൂട്ടണം 4 14 വരിയാണ് അല്ലേ. അപ്പോൾ എത്ര വരിയാണ്? 14 വരിയാണ് ഉള്ളതല്ലേ. ഇനി എന്താണ്? യോഗം തുടങ്ങിയപ്പോൾ കുറേ രക്ഷിതാക്കൾ കൂടി വന്നു. വരികളുടെ എണ്ണം മാറ്റിയില്ല. വരികൾ 14 തന്നെയാണ്. ഓരോ വരിയിലും 8 പേർ വീതമായി ഇരുന്നു. ആദ്യം 6 പേരാണ് ഇരുന്നത്. ഇപ്പോൾ എന്ത് ചെയ്തു? 8 പേരായിട്ട് ഇരുന്നു. യോഗത്തിൽ ആകെ എത്ര പേർ പങ്കെടുത്തു? അപ്പം ഫസ്റ്റിൽ ഉണ്ടായത് 84 പേരാണ്. ഇപ്പം എന്താണ് ചെയ്തത്? വരി കൂടിയില്ല. വരി 14 തന്നെയാണ്. ഒരു വരിയിൽ 8 പേരിരുന്നു അല്ലേ. അപ്പോൾ 14 വരിയിലും കൂടിയിട്ട് എത്ര പേരാണ് അധികം ഇരുന്നത്? ആദ്യം ഉണ്ടായത് 6 2 പേരാണ് കൂടിയത് അല്ലേ. അപ്പോൾ 14 വരിയാണല്ലോ മൊത്തം ഉള്ളത്. 14 നമുക്ക് കിട്ടിയല്ലോ. 14 വരിയാണ് മൊത്തം ഉള്ളത്. അപ്പോൾ 14 വരിയിലും 2 പേര് എക്സ്ട്രാ ആയിട്ടിരുന്നു. അപ്പം എക്സ്ട്രാ ആയിട്ട് വന്നവർ എത്രയാണ്? 14 ഗുണിക്കണം 2 28 പേരാണ് അധികം വന്നത് അല്ലേ. അപ്പോൾ നമ്മൾക്ക് എന്താണ് കാണേണ്ടത്? ആകെ എത്ര പേർ പങ്കെടുത്തു എന്നല്ലേ. ആദ്യം വന്നവർ 84ആണ്. ഈ 84നോട് എത്ര കൂട്ടുക? ഇപ്പോൾ വന്ന 2 പേര് എക്സ്ട്രാ ആയിരുന്നല്ലോ. ഈ 28 കൂടി കൂട്ടുക. ഇപ്പോൾ 84 കൂട്ടണം 28 എത്രയാണ്? 112 ആണ്.
അപ്പോൾ യോഗത്തിൽ എത്ര പേർ പങ്കെടുത്തു? 112 പേർ പങ്കെടുത്തു. ഇനി യോഗം തുടങ്ങിയപ്പോൾ വന്നത് എത്ര പേരാണ്? 28 പേരാണ് വന്നത് അല്ലേ? തുടങ്ങിയപ്പോൾ വന്നത്. ഓക്കെ. നെക്സ്റ്റ് ഹരണം എന്തെളുപ്പം. 8 ഹരിക്കണം 4 2ആണ്. 80 ഹരിക്കണം 4 എത്രയായിരിക്കും? അതായത് 8 ഹരിക്കണം 4 തന്നെ കാണുക. അപ്പോൾ 2 കിട്ടി. ഈ 2ൻ്റെ കൂടെ 80ൻ്റെ ഒരു 0 കൊടുക്കുക. അപ്പോൾ 20ആയി. ഇനി 800 ഹരിക്കണം 4 ഇതുപോലെ തന്നെ 8 ഹരിക്കണം 4 2 കിട്ടി. 800ൽ 2 0 ഉണ്ട്. 2 0 കൊടുക്കുക. 200. ഇനി 6 ഹരിക്കണം 3 2ആണ്. അപ്പോൾ 60 ഹരിക്കണം 3 20 ആയിരിക്കും. 600 ഹരിക്കണം 3 200 ആയിരിക്കും. ഇനി നമുക്ക് എന്ത് എഴുതാം? 9 ഹരിക്കണം 3 എത്രയാണ്? 3 ആണ്. അങ്ങനെയാണെങ്കിൽ 90 ഹരിക്കണം 3 എത്രയായിരിക്കും? 9ന് 3 കൊണ്ട് ഹരിക്കുക. 3 കിട്ടി. ഈ 0 കൊടുക്കുക അല്ലേ? 30. 900 ഹരിക്കണം 3 എത്രയായിരിക്കും? 9 ഹരിക്കണം 3 3 ആണ്. 3 കൊടുക്കുക. ഈ 2 0 കൂടി കൊടുക്കുക. അപ്പോൾ 300. ഓക്കെ. നെക്സ്റ്റ് പട്ടിക പരിശോധിക്കൂ. ബന്ധം കണ്ടുപിടിക്കൂ. 8 ഗുണിക്കണം 1 8 ആണ്. 8 ഹരിക്കണം 1 എന്നാൽ ഈ 8നെ 1 കൊണ്ട് ഹരിച്ചാൽ എത്രയായിരിക്കും കിട്ടുക? 8 ആണ് കിട്ടുക. അതാണ് ഇവിടെ. ഇനി 8 ഹരിക്കണം 8. ഈ 8നെ എന്ത് ചെയ്തു? 8 കൊണ്ട് ഹരിച്ചാൽ എത്രയായിരിക്കും കിട്ടുക? ഈ നടുക്കുള്ള 1. അതുപോലെ തന്നെ ഇവിടെ 5 ഗുണിക്കണം 1 5 ആണ്. 5 ഹരിക്കണം 1 5 ആണ്. 5 ഹരിക്കണം 5 1 ആണ് അല്ലേ? ഇനി 6 ഗുണിക്കണം 1 6 ആണ്. 6 ഹരിക്കണം 1 6 ആണ്. 6 ഹരിക്കണം 6 1 ആയിരിക്കും. ഇനി നമ്മൾക്ക് എന്ത് എഴുതാം? 9 ഗുണിക്കണം 1 9. ഇനി 9 ഹരിക്കണം 1 എത്രയായിരിക്കും? 9 ആയിരിക്കും അല്ലേ? 9. ഇനി 9 ഹരിക്കണം 9. 9 ഹരിക്കണം 9 എത്രയായിരിക്കും? 1 ആയിരിക്കും അല്ലേ? 1. നെക്സ്റ്റ് പസിൽ കോർണർ. ഒരു സംഖ്യയെ 2 കൊണ്ട് ഹരിക്കുന്നതിന് പകരം 2 കൊണ്ട് ഗുണിച്ചു. ഉത്തരം 240 കിട്ടി. സംഖ്യയെ 2 കൊണ്ട് ഹരിച്ചിരുന്നെങ്കിൽ കിട്ടുന്ന ഉത്തരം എന്താകുമായിരുന്നു? അപ്പോൾ നമുക്ക് ആദ്യം സംഖ്യ കാണണം അല്ലേ? എന്നാലല്ലേ ഹരിക്കാൻ പറ്റൂ. അപ്പോൾ സംഖ്യ ഏതാണെന്ന് കാണാൻ വേണ്ടി എന്താണ് തന്നിരിക്കുന്നത്? സംഖ്യയെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ എത്രയാണ് കിട്ടിയത്? 240 ആണ് കിട്ടിയത്. അപ്പോൾ സംഖ്യയെ 2 കൊണ്ട് ഗുണിച്ചപ്പോൾ 240 കിട്ടിയിട്ടുണ്ടെങ്കിൽ സംഖ്യ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഈ 240നെ 2 കൊണ്ട് ഹരിച്ചാൽ മതി അല്ലേ? 240നെ 2 കൊണ്ട് ഹരിച്ചാൽ സംഖ്യ കിട്ടും അല്ലേ? അപ്പോൾ 240 ഹരിക്കണം 2 എത്രയായിരിക്കും? 24 ഹരിക്കണം 2 എത്രയാണ്? അതായത് 24ൻ്റെ പകുതി 12 ആണ്. ഇനി ഈ 0 കൊടുക്കുക. അപ്പോൾ 120 ആണ് സംഖ്യ. അപ്പോൾ നമുക്ക് സംഖ്യ 120 കിട്ടി. ഇനി സംഖ്യ എന്താണ് ചെയ്യേണ്ടത്? 2 കൊണ്ട് ഹരിച്ചിരുന്നെങ്കിൽ കിട്ടുന്ന ഉത്തരമാണ് കാണേണ്ടത്. അപ്പോൾ 120നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ്? 120ൻ്റെ പകുതി. അല്ലെങ്കിൽ എന്ത് കണ്ടാൽ മതി? 12ൻ്റെ പകുതി കാണുക. 6 ആണ്. 6ൻ്റെ കൂടെ ഈ 0 ഇട്ട് കൊടുക്കുക. അപ്പം 60 ആണ് ഉത്തരം. ഓക്കെ. ഇനി ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ചോദ്യമാണ്. ഒരു സംഖ്യയെ 2 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം 2 കൊണ്ട് ഹരിച്ചു. ഉത്തരം 60 കിട്ടി. സംഖ്യയെ 2 കൊണ്ട് ഗുണിച്ചിരുന്നെങ്കിൽ കിട്ടുന്ന ഉത്തരം എന്താകുമായിരുന്നു? അപ്പം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? സംഖ്യയെ 2 കൊണ്ട് ഗുണിക്കുന്നതിന് പകരം 2 കൊണ്ട് ഹരിച്ചപ്പോഴേ 60 കിട്ടി. 2 കൊണ്ട് ഹരിച്ചപ്പോഴേ 60 കിട്ടി. അപ്പോൾ സംഖ്യ കാണാൻ എന്ത് ചെയ്താൽ മതി? 2 കൊണ്ട് ഹരിച്ചപ്പോഴാണ് 60 കിട്ടിയത്. അപ്പോൾ സംഖ്യ കാണാൻ 2 കൊണ്ട് ഗുണിച്ചാൽ മതി. 60 ഗുണിക്കണം 2 120 ആണ് സംഖ്യ. ഇനി നമ്മൾക്ക് കാണേണ്ടത് എന്താണ്? 2 കൊണ്ട് ഗുണിച്ചിരുന്നെങ്കിൽ കിട്ടുന്ന ഉത്തരം എന്താകുമായിരുന്നു? അപ്പം 120 ആണ് സംഖ്യ. 120നെ 2 കൊണ്ട് ഗുണിച്ചാൽ എത്രയായിരിക്കും കിട്ടുക? 120 ഗുണിക്കണം 2 240 ആണല്ലേ? അപ്പോൾ എത്രയാണ്? 240. ഫസ്റ്റ് നമ്മൾ ചെയ്തത് എന്താണ്? സംഖ്യ 120 തന്നെയാണ്. അപ്പം ആദ്യം ഹരിക്കുന്നതിന് പകരം ഗുണിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് എന്താണ് പറഞ്ഞത്? ഹരിച്ചിരുന്നെങ്കിൽ കിട്ടുന്ന ഉത്തരം കാണാനാണ് പറഞ്ഞത് അല്ലേ? സംഖ്യ രണ്ടിലും സെയിം തന്നെയാണ്, 120 തന്നെയാണ്. ഓക്കെ. നെക്സ്റ്റ്, ഒരു സംഖ്യയുടെ പകുതി കാണുന്നതിന് പകരം ഇരട്ടിയാണ് കണ്ടത്. ഉത്തരം 100 കിട്ടി. പകുതിയാണ് കണ്ടതെങ്കിൽ ഉത്തരം എന്തായിരിക്കും? എന്താണ്? ഒരു സംഖ്യയുടെ പകുതി കാണുന്നതിന് പകരം അതിൻ്റെ ഇരട്ടി കണ്ടപ്പോഴേ ഉത്തരം എത്രയാണ് കിട്ടിയത്? 100. അപ്പോൾ ഏതോ ഒരു സംഖ്യയുടെ ഇരട്ടിയാണ് 100. ഇരട്ടി എന്ന് വെച്ചാൽ ഗുണിക്കണം 2 അല്ലേ? അപ്പോൾ ഏത് സംഖ്യയുടെ ഇരട്ടിയാണ്, അല്ലെങ്കിൽ ഏത് സംഖ്യയെ 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 100 കിട്ടുക? 50നെ 2 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 100 കിട്ടുക. അല്ലെങ്കിൽ 50ൻ്റെ ഇരട്ടിയാണ് 100 അല്ലേ? അപ്പം സംഖ്യ ഏതാണ്? സംഖ്യ 50 ആണ്. നമ്മൾക്ക് സംഖ്യയല്ല കാണേണ്ടത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പകുതിയാണ് കണ്ടതെങ്കിൽ, അതായത് ചോദ്യം എന്താണ്? ഒരു സംഖ്യയുടെ പകുതി കാണുന്നതിന് പകരം അതിൻ്റെ ഇരട്ടി കണ്ടപ്പോഴേ ഉത്തരം 100 കിട്ടി. ഇനി പകുതിയാണ് കണ്ടതെങ്കിൽ ഉത്തരം എന്തായിരിക്കും? അപ്പോൾ ഈ സംഖ്യയുടെ പകുതിയാണ് കണ്ടതെങ്കിൽ ഉത്തരം എത്രയായിരിക്കും? 50ൻ്റെ പകുതി എത്രയാണ്? 25 ആയിരിക്കും ഉത്തരം അല്ലേ? ഓക്കെ. നെക്സ്റ്റ്, ഒരു ചുരിദാർ തയ്ക്കാൻ സുഹറ 250 രൂപയാണ് കൂലി വാങ്ങുന്നത്.
ചുരിദാർ തയ്ച്ച വകയിൽ 1000 രൂപ കൂലിയായി കിട്ടി. എത്ര ചുരിദാറാണ് സുഹറ തയ്ച്ചത്? 10,000 രൂപ കിട്ടാൻ എത്ര ചുരിദാർ തയ്ക്കണം? അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ചോദ്യത്തിന് എത്ര ചുരിദാറാണ് തയ്ച്ചത് ഇതിൻ്റെ ഉത്തരം കാണാം. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഒരു ചുരിദാർ തയ്ക്കാൻ 250 രൂപയാണ് കൂലി, 1000 രൂപയാണ് കിട്ടിയത്. 1000 രൂപയാണ് ചുരിദാർ തയ്ച്ച വകയിൽ കിട്ടിയത്. അപ്പോൾ ഒരു ചുരിദാർ തയ്ക്കാൻ 250 രൂപയാണ് കൂലി. നമ്മൾക്ക് കാണേണ്ടത് എത്ര ചുരിദാറാണ് തയ്ച്ചത് അല്ലേ? അപ്പം 1000 ഹരിക്കണം 250. ഇത് നമ്മൾക്ക് മനക്കണക്കായി ചെയ്യാം അല്ലേ? 1000നെ 250 കൊണ്ട് ഹരിക്കേണ്ട കാര്യമില്ല. എന്താണ്, എത്ര 250 കൂട്ടിയാലാണ് 1000 ആകുന്നതെന്ന് നോക്കിയാൽ മതി അല്ലേ? അല്ലെങ്കിൽ 250നെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 1000 ആവുക? എത്ര 250 കൂട്ടിയാലാണ് 1000? 250ഉം 250ഉം 500 രണ്ടായി. ഇനി 500ഉം 500ഉം 1000 ആണല്ലേ? അപ്പം 4 250 കൂട്ടിയാലാണ് 1000. അപ്പോൾ എത്ര ചുരിദാറാണ് തയ്ച്ചത്? 4 ചുരിദാറാണ് തയ്ച്ചത്. എത്ര ചുരിദാറാണ് തയ്ച്ചത്? 4 ചുരിദാർ അല്ലേ? 4 ചുരിദാർ തയ്ച്ചു. ഇനി 10,000 രൂപ കിട്ടാൻ എത്ര ചുരിദാർ തയ്ക്കണം? 1000 രൂപയ്ക്ക് 4 ചുരിദാറാണെങ്കിൽ 10,000 രൂപയ്ക്ക് എത്രയായിരിക്കും? എത്ര 1000 കൂട്ടിയാലാണ് 10,000? 10 1000 10,000 അല്ലേ? അപ്പം 1000 രൂപയ്ക്ക് 4 ആണെങ്കിൽ 10,000 രൂപയ്ക്ക് 10 1000 ആണല്ലോ 10,000. 10 ഗുണിക്കണം 4 കണ്ടാൽ മതി. 40 ചുരിദാർ. ഓക്കെ. നെക്സ്റ്റ്, മാർക്കറ്റിൽ നിന്നും സിയൂസ് 1/2 ഡസൻ വീതമുള്ള 12 പാക്കറ്റ് പേന വാങ്ങി. ഇവ 4 എണ്ണം വീതമുള്ള എത്ര പാക്കറ്റിലാക്കാം? അപ്പോൾ മാർക്കറ്റിൽ നിന്നും സിയൂസ് 1/2 ഡസൻ വീതമുള്ള 12 പാക്കറ്റ് പേന. 1/2 ഡസൻ എന്നാൽ 6 എണ്ണമാണ്. 6 എണ്ണം വീതമുള്ള 12 പാക്കറ്റ് പേന. അപ്പോൾ മൊത്തം എത്ര പേനയായിരിക്കും? 12 ഗുണിക്കണം 6. അപ്പം 12 ഗുണിക്കണം 6 എളുപ്പത്തിൽ കാണാൻ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് 12നെ എങ്ങനെ മാറ്റി എഴുതാം? 10 കൂട്ടണം 2 എന്ന് എഴുതാം അല്ലേ? ഇതിനെ 6 കൊണ്ട് ഗുണിക്കാം. അപ്പോൾ ആദ്യം 10നെ 6 കൊണ്ട് ഗുണിക്കാം, എന്നിട്ട് 2നെയും 6 കൊണ്ട് ഗുണിക്കാം അല്ലേ? 2 തമ്മിൽ കൂട്ടുക. 10 ഗുണിക്കണം 6 60 ആണ്. 60 കൂട്ടണം 2 ഗുണിക്കണം 6 12. 60 കൂട്ടണം 12 72 ആണ് അല്ലേ? അപ്പോൾ എത്ര പേനയാണ് വാങ്ങിയത്? 72 പേനയാണ് വാങ്ങിയത് അല്ലേ? അപ്പോൾ 72 പേന വാങ്ങി. നമുക്ക് കാണേണ്ടത് 4 എണ്ണം വീതമുള്ള എത്ര പാക്കറ്റിലാക്കാം എന്നാണ് ചോദ്യം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 4 എണ്ണം വീതമുള്ള പാക്കറ്റ് ആക്കണമെങ്കിൽ 72ന് 4 കൊണ്ട് ഹരിക്കുക അല്ലേ? 72ന് 4 കൊണ്ട് ഹരിക്കാൻ എന്ത് ചെയ്യാം? 72 ഹരിക്കണം 4. ഇനി നമ്മൾക്ക് 10 എണ്ണം വെച്ച് നോക്കാം. 10 ഗുണിക്കണം 4 എത്രയാണ്? 40 ആണ്. 40. അപ്പോൾ 72 40 കുറച്ചാൽ ബാക്കി 32 ഉണ്ട്. 32ൽ എത്ര പ്രാവശ്യം 4 പോകും? 8 ഗുണിക്കണം 4 ആണ്. 8 ഗുണിക്കണം 4 ആണ് 32 അല്ലേ? അപ്പം 32 ബാലൻസ് ഇല്ല, 0 ആയി. അപ്പോൾ എത്രയാണ് ഉത്തരം? 10 കൂട്ടണം 8 18 ആണ് അല്ലേ? അപ്പോൾ എത്ര പാക്കറ്റിലാക്കാം? 18 പാക്കറ്റിലാക്കാം അല്ലേ? 18 പാക്കറ്റ്. ഓക്കെ. നെക്സ്റ്റ്, 48 നോട്ട്ബുക്ക് 5 പേർക്ക് വീതിക്കുന്നു. ആദ്യത്തെ കുട്ടിക്ക് 3 നോട്ട്ബുക്ക് കൂടുതൽ കിട്ടി. മറ്റുള്ളവർക്കെല്ലാം ഒരേ എണ്ണമാണ് കിട്ടിയത്. ആദ്യത്തെ കുട്ടിക്ക് എത്ര നോട്ട്ബുക്കാണ് കിട്ടിയത്? അപ്പോൾ എന്താണ്? 48 നോട്ട്ബുക്ക് 5 പേർക്ക് വീതിക്കുന്നു അല്ലേ? തുല്യമായിട്ടല്ല വീതിക്കുന്നത് അല്ലേ? തുല്യമായിട്ട് വീതിക്കാൻ പറ്റില്ല എന്ന് നമ്മൾക്കറിയാം. കാരണം എന്താണ്? 48നെ 5 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ സാധിക്കില്ല. ബാക്കി വരും അല്ലേ? ശിഷ്ടം വരും. അപ്പോൾ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ആദ്യത്തെ കുട്ടിക്ക് 3 നോട്ട്ബുക്ക് കൂടുതൽ കിട്ടി അല്ലേ? ആദ്യത്തെ കുട്ടിക്ക് 3 നോട്ട്ബുക്ക് കൂടുതൽ കിട്ടി. 48 നോട്ട്ബുക്കാണ് വീതിക്കുന്നത് 5 പേർക്ക്. അപ്പോൾ ഫസ്റ്റത്തെ കുട്ടിക്ക് 3 എണ്ണം അധികം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് എന്ത് ചെയ്യാം? ഈ 48ൽ നിന്ന് 3 കുറക്കാം. അതായത് ഈ ആദ്യത്തെ കുട്ടിക്ക് കിട്ടിയ 3 നോട്ട്ബുക്ക് അധികം കിട്ടിയ നോട്ട്ബുക്ക് നമ്മൾക്ക് എന്ത് ചെയ്യാം? മാറ്റി വെക്കാം. അതായത് ഈ 3 എണ്ണം നമ്മൾക്ക് 48ൽ നിന്ന് കുറച്ച് മാറ്റി വെക്കാം. അപ്പോൾ ബാക്കി എത്ര എണ്ണം ഉണ്ടാവുക? 45 ഉണ്ടാകും അല്ലേ? ഈ 45ന് നമ്മൾക്ക് എന്ത് ചെയ്യാം? തുല്യമായിട്ട് 5 ആൾക്ക് വീതിക്കാം. അതായത് 45 ഹരിക്കണം 5 എത്രയാണ്? 9 എണ്ണമാണ് അല്ലേ? അപ്പം ഒരാൾക്ക് എത്രയാണ് കിട്ടുക? 9 എണ്ണമാണ്. 9 നോട്ട്ബുക്കാണ് ഒരാൾക്ക് കിട്ടുക. അതായത് ആദ്യത്തെ കുട്ടിക്ക് അടക്കമാണ്, ആദ്യത്തെ കുട്ടി അടക്കമാണ് 5 ആളുള്ളത് അല്ലേ? അപ്പം ആദ്യത്തെ കുട്ടി അടക്കം ഉള്ളവർക്ക് 9 എണ്ണം, എല്ലാവർക്കും തുല്യമായിട്ട് 9 എണ്ണം കിട്ടി. ഇനി ആദ്യത്തെ കുട്ടിക്ക് എത്രയായിരിക്കും? ഈ 3 എണ്ണം നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ 9ൻ്റെ കൂടെ, ഈ കിട്ടിയ 9ൻ്റെ കൂടെ ഈ 3 എണ്ണം അധികം വരുന്ന 3 എണ്ണം കൂടി എടുക്കുക. അപ്പോൾ എത്രയാണ്? 12 എണ്ണമാണ് ആദ്യത്തെ കുട്ടിക്ക് കിട്ടിയത്. ഓക്കെ. അപ്പോൾ എത്രയാണ് ആദ്യത്തെ കുട്ടിക്ക് കിട്ടിയത്? 12 നോട്ട്ബുക്ക് അല്ലേ? 12 നോട്ട്ബുക്ക്. ഓക്കെ. നെക്സ്റ്റ്, പെൻസിൽ വിറ്റ വകയിൽ മിൻഹയ്ക്ക് 3500 രൂപ കിട്ടി. എല്ലാം 100ൻ്റെ നോട്ടാണ്. എത്ര നോട്ടുകൾ? അപ്പോൾ 3500 രൂപയാണ് കിട്ടിയത്. 3500 രൂപ 100ൻ്റെ നോട്ടുകളായിട്ടാണ് കിട്ടിയത്. അപ്പോൾ എത്ര നോട്ടുകളെന്ന് കാണാൻ 3500നെ 100 കൊണ്ട് ഹരിച്ചാൽ മതി. അല്ലെങ്കിൽ 3500ൽ എത്ര 100 ഉണ്ടെന്ന് നോക്കിയാൽ മതി അല്ലേ? 3500ൽ എത്ര 100ആണുള്ളത്? ഈ 100ഉം ഈ 100ഉം ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എത്ര 100ആണുള്ളത്? 35 100ആണ്. അപ്പോൾ എത്ര നോട്ടുകളാണ്? 35 100ൻ്റെ നോട്ടുകളാണ്. ഇനി 500ൻ്റെ നോട്ട് ആയിരുന്നെങ്കിൽ എത്ര നോട്ട് കിട്ടുമായിരുന്നു? ഇപ്പോൾ 3500ൽ
എത്ര 500 ഉണ്ടെന്ന് നോക്കിയാൽ മതി അല്ലേ. 3500 ഹരിക്കണം 500. 3500-ൽ എത്ര 500 ഉണ്ടാവുക? അപ്പോൾ ഈ 100ഉം ഈ 2 പൂജ്യം ഈ 2 പൂജ്യം ക്യാൻസൽ ചെയ്യാം. ഇനി 35-ൽ എത്ര 5 ഉണ്ടെന്ന് നോക്കിയാൽ മതി. അല്ലെങ്കിൽ 5നെ എത്ര കൊണ്ട് ഗുണിച്ചാലാണ് 35 ആവുക? 7 അല്ലേ. അപ്പം 7 500 കൂടിയാലാണ് 3500. 7 500ൻ്റെ നോട്ടാണ് കിട്ടുക. ഓക്കെ. നെക്സ്റ്റ്, ഒരു പെൻസിലിൻ്റെ ഇരട്ടി വിലയാണ് പേനയ്ക്ക്. പേനയുടെ ഇരട്ടി വിലയാണ് നോട്ട്ബുക്കിന്. 6 നോട്ട്ബുക്കിന് 72 രൂപയാണ്. ഒരു പെൻസിലിൻ്റെ വില എത്രയാണ്? അപ്പോൾ പെൻസിലിൻ്റെ വിലയാണ് കാണേണ്ടത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? പെൻസിലിൻ്റെ ഇരട്ടി വിലയാണ് പേനയ്ക്ക്. പേനയുടെ ഇരട്ടി വിലയാണ് നോട്ട്ബുക്കിന്. 6 നോട്ട്ബുക്കിന് 72 രൂപയാണ് അല്ലേ. അപ്പോൾ നമ്മൾക്ക് എന്ത് കണ്ടാൽ മതി? ഒരു നോട്ട്ബുക്കിൻ്റെ വില കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കാണാം? ഈ ഒരു നോട്ട്ബുക്കിൻ്റെ വിലയുടെ പകുതിയായിരിക്കും പേനയുടെ വില. പേനയുടെ വിലയുടെ പകുതിയായിരിക്കും പെൻസിലിൻ്റെ വില അല്ലേ. അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റിൽ ഒരു നോട്ട്ബുക്കിൻ്റെ വില കാണാം. ഒരു നോട്ട്ബുക്കിൻ്റെ വില കാണാൻ 72, 6 നോട്ട്ബുക്കിന് 72 രൂപയാണെങ്കിൽ ഒരു നോട്ട്ബുക്കിന് എത്രയായിരിക്കും? 72 ഹരിക്കണം 6 അല്ലേ. 72നെ 6 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 10 വെച്ച് നോക്കാം. 10 ഗുണിക്കണം 6 60 72 കുറക്കണം 60 12 കിട്ടി. 12ൽ 6 എത്ര പ്രാവശ്യം പോകും? 2 തവണ അല്ലേ. 2 ഗുണിക്കണം 6 12. 12 കുറച്ച് കഴിഞ്ഞാൽ 0 കിട്ടി. അപ്പോൾ എത്രയാണ്? 10 കൂട്ടണം 2 12 അല്ലേ. അപ്പോൾ 72 ഹരിക്കണം 6 12 രൂപയാണ് ഒരു നോട്ട്ബുക്കിൻ്റെ വില അല്ലേ. അപ്പോൾ ഒരു നോട്ട്ബുക്കിൻ്റെ വില 12 രൂപ കിട്ടി. ഇനി ഒരു നോട്ട്ബുക്കിൻ്റെ വില കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പേനയുടെ വില കാണാം അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? പേനയുടെ ഇരട്ടി വിലയാണ് നോട്ട്ബുക്കിനെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോട്ട്ബുക്കിൻ്റെ വില 12 ആണെങ്കിൽ പേനയുടെ ഇരട്ടി വിലയാണ് നോട്ട്ബുക്കിനെങ്കിൽ നോട്ട്ബുക്കിൻ്റെ വിലയുടെ പകുതി ആയിരിക്കും പേനയുടെ വില അല്ലേ. അപ്പോൾ 12ൻ്റെ പകുതി 6 രൂപയായിരിക്കും പേനയുടെ വില. ഇനി ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്? പെൻസിലിൻ്റെ ഇരട്ടി വിലയാണ് പേനയ്ക്ക് അല്ലേ. അപ്പോൾ പേനയുടെ വില 6 രൂപ നമ്മൾക്ക് കിട്ടി. അപ്പം പേനയുടെ വിലയുടെ പകുതി ആയിരിക്കും എന്ത്? പെൻസിലിൻ്റെ വില. കാരണം എന്താണ്? പെൻസിലിൻ്റെ ഇരട്ടി വിലയാണ് പേനയ്ക്കെങ്കിൽ പേനയുടെ പകുതി വിലയായിരിക്കും പെൻസിലിന്. അപ്പോൾ 6ൻ്റെ പകുതി എത്രയാണ്? 3 രൂപയാണ് പെൻസിലിൻ്റെ വില. ഓക്കെ. നെക്സ്റ്റ്, മേധയും മിത്രയും ഒരേ എണ്ണം പാവയാണ് ഉണ്ടാക്കിയത്. മേധ ഉണ്ടാക്കിയ പാവയുടെ എണ്ണത്തിൻ്റെ പകുതിയോട് 50 കൂട്ടിയാൽ മിത്ര ഉണ്ടാക്കിയ പാവയുടെ എണ്ണം കിട്ടും. മിത്ര എത്ര പാവയാണ് ഉണ്ടാക്കിയത്? ഇവിടെ ചോദ്യം കംപ്ലീറ്റ് ക്ലിയർ അല്ല, എന്നാലും നോക്കാം. എന്താണ് പറഞ്ഞിരിക്കുന്നത്? മേധയും മിത്രയും ഒരേ എണ്ണം പാവയാണ് ഉണ്ടാക്കിയത് അല്ലേ. മേധ ഉണ്ടാക്കിയ പാവയുടെ എണ്ണത്തിൻ്റെ പകുതിയോട് 50 കൂട്ടിയാൽ മിത്ര ഉണ്ടാക്കിയ പാവയുടെ എണ്ണം കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ 100 മേധ ഉണ്ടാക്കിയ പാവയുടെ എണ്ണം 100 ആണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 100ൻ്റെ പകുതി എത്രയാണ്? 50 ആണല്ലേ. ഈ പകുതിയോട് 50 കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടണം? മിത്ര ഉണ്ടാക്കിയ പാവയുടെ എണ്ണമാണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ 50നോട് 50 കൂട്ടിയാൽ എത്രയാണ്? 100 ആണല്ലേ. അപ്പോൾ ഇവിടെ ശരിയായിട്ട് വരുന്നുണ്ട്. അതായത് മേധ ഉണ്ടാക്കിയ പാവയുടെ എണ്ണം നമ്മൾ 100 എടുത്തത്. മിത്ര ഉണ്ടാക്കിയ പാവയുടെ എണ്ണം 100 കിട്ടിയത്. രണ്ടും ഈക്വലായിട്ട് വരുന്നത്. 2 തുല്യമാണെന്ന് പറഞ്ഞല്ലോ. 2 ഈക്വലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ മിത്ര എത്ര പാവയാണ് ഉണ്ടാക്കിയത്? 100 എണ്ണം പാവയാണ് ഉണ്ടാക്കിയത് അല്ലേ. ഓക്കെ. നെക്സ്റ്റ്, അന്വേഷണം. ഒരു കലണ്ടറിലെ അടുത്തടുത്ത 4 കളങ്ങൾ ചേർന്ന സമചിത്രത്തിലെ സംഖ്യകളുടെ തുകയെ 4 കൊണ്ട് ഹരിക്കുക. കിട്ടുന്ന ഉത്തരത്തിന് ആദ്യത്തെ സംഖ്യയുമായുള്ള ബന്ധം കണ്ടുപിടിക്കൂ. അപ്പോൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു കലണ്ടർ, അതിലെ അടുത്തടുത്ത 4 കളങ്ങൾ ചേർന്ന സമചിത്രം ഉണ്ടാവുമല്ലോ, അതിലെ സംഖ്യകളുടെ തുക കാണുക ആദ്യം. അപ്പോൾ നിങ്ങൾ കലണ്ടർ നോക്കുക. നമുക്ക് ജനുവരി മാസത്തിലെ കലണ്ടർ തന്നെ നോക്കാം. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ കാണും അടുത്തടുത്ത സംഖ്യകൾ. ഇങ്ങനൊരു സമചിത്രമായിട്ട്, അതായത് 4 സംഖ്യകൾ എടുത്തു കഴിഞ്ഞാൽ അതൊരു സമചിത്രമായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇവിടെ 1-ാം തീയതി, ഇവിടെ 2-ാം തീയതി ഉണ്ടാകും. ഇനി ഇങ്ങോട്ടല്ല നോക്കേണ്ടത്, നേരെ 1-ന് താഴെ നോക്കുക. അവിടെ 8 ഉണ്ടാവുക, പിന്നെ 9 ഉണ്ടാവുക. ഇതൊരു സമചിത്രമായല്ലോ. അപ്പം ഇതിലുള്ള സംഖ്യകൾ തമ്മിൽ കൂട്ടുക, തുക കാണുക. 1 കൂട്ടണം 2 3, 3ഉം 8ഉം 11, 11ഉം 9ഉം എത്രയാണ്? 20 അല്ലേ. അപ്പോൾ തുക എത്രയാണ് കിട്ടിയത്? 20 കിട്ടിയത്. ഈ തുകയെ 4 കൊണ്ട് ഹരിക്കുക. അപ്പം 20ന് എന്ത് ചെയ്യുക? 20നെ 4 കൊണ്ട് ഹരിക്കുക. 20 ഹരിക്കണം 4 എത്രയാണ്? 5 അല്ലേ. അപ്പോൾ 5 കിട്ടുന്നത്. അപ്പോൾ ഈ 5 ഈ കിട്ടുന്ന ഉത്തരത്തിന് ആദ്യത്തെ സംഖ്യയുമായുള്ള ബന്ധം. അപ്പോൾ ആദ്യത്തെ സംഖ്യ എത്രയാണ്? നമ്മൾ ഈ സമചിത്രം എടുത്തല്ലോ, അതിൽ ആദ്യം ഉണ്ടായ സംഖ്യ ഏതാണ്? 1 അല്ലേ. 1 2 8 9 ഇങ്ങനെയാണല്ലോ ഉണ്ടായത്. അപ്പോൾ ആദ്യത്തെ സംഖ്യ ഈ 1ഉമായിട്ട് ഈ 5ന് എന്താണ് ബന്ധമുള്ളത്? അപ്പോൾ 1ഉം 5ഉം തമ്മിൽ എന്താണ് ബന്ധം? 5ൽ നിന്ന് 4 കുറച്ചാലാണ് 1 കിട്ടുന്നത് അല്ലേ. അതായത് എന്താണ്? ഈ 4 എന്താണ്? ഈ ഹരിക്കുന്ന സംഖ്യ 4 നമ്മൾ കുറക്കുന്നത് അല്ലേ. അതാണ് ബന്ധം. എന്ന് നിങ്ങൾ വേറൊരു ബോക്സ് കൂടി നോക്കാം നമുക്ക്. ഞാനിവിടെയും ജനുവരി മാസത്തിലെ തീയതികളാണ് എടുത്തിരിക്കുന്നത്. 5 6 12 13. നിങ്ങൾക്ക് ഏത് മാസത്തിലെ തീയതികളും ഇതുപോലെ എടുക്കാം. സമചിത്രമായിട്ട് വേണം എടുക്കാൻ വേണ്ടി. അതായത് ആദ്യത്തെ 2 തീയതികളും പിന്നെ അതിൻ്റെ തൊട്ട് താഴെ വരുന്ന 2 തീയതികളും എടുത്തിട്ട് ഇതുപോലെ ചെക്ക് ചെയ്യാം. ഞാനിവിടെ ജനുവരി മാസത്തിലെ തീയതികൾ തന്നെ എടുത്തു. 5 6 12 13. അപ്പോൾ ഇത് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 5ഉം 6ഉം 11 അല്ലേ. 11ഉം 12ഉം
23 13 36 ഇതിൻ്റെ തുക കിട്ടുന്നത് അല്ലേ. അപ്പോൾ 36 തുക കിട്ടിയത്. ഈ 36 എന്ത് ചെയ്യണം? തുകയെ 4 കൊണ്ട് ഹരിക്കണം അല്ലേ. 36 ഹരിക്കണം 4 എത്രയാണ്? 9 അല്ലേ. ഈ കിട്ടുന്ന ഉത്തരത്തിന് ആദ്യത്തെ സംഖ്യയുമായുള്ള ബന്ധമാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അല്ലേ. അപ്പോൾ കിട്ടുന്ന ഉത്തരത്തിനാണ് 9 കിട്ടിയത്. ഈ 9ഉം ആദ്യത്തെ സംഖ്യ 5, 9ഉം 5ഉം തമ്മിൽ എന്താണ് ബന്ധം? അതായത് 9ൽ നിന്ന് എത്ര കുറച്ചാലാണ് 5? 4 കുറച്ചാലാണ് 5. അതായത് ഈ ഹരിക്കുന്ന സംഖ്യ 4 ഉണ്ടല്ലോ, അതാണ് കുറക്കുന്നത് അല്ലേ. ഫസ്റ്റ് നമ്മൾ നോക്കിയ സമയത്തും ഇതുപോലെ തന്നെയാണ് കിട്ടിയത് അല്ലേ. 4 കുറക്കുന്ന സംഖ്യയാണ് ആദ്യത്തെ സംഖ്യ കിട്ടുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ എല്ലാ സംഖ്യകളും, അതായത് കുറച്ചുകൂടി ഇതുപോലെയുള്ള ബോക്സ് കലണ്ടറിലുള്ള 4 തീയതികൾ എടുത്ത് ചെക്ക് ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ്സുമായി അടുത്ത വീഡിയോയിൽ കാണാം. ക്ലാസ് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടാതെ നെക്സ്റ്റ് വീഡിയോ ലഭിക്കുന്നതിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും. താങ്ക് യു ഫോർ വാച്ചിങ്.